Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. Hallelujah. ഇന്ന് ദൈവമാൻ കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യും. The Lord is going to do mighty things in our midst this morning. വളരെ പ്രതീക്ഷയോടെ അല്പനേരമായിരിക്കുക. Let us be with great expectations in His presence. ഒരുവന്റെ അനുസരണം, one person's obedience. ഞാൻ യേശുക്രിസ്തുവിന് മുമ്പോട്ട് കുറച്ച് കാലഘട്ടങ്ങളിലേക്ക് പോവുകയാണ്. I'm going to go forward in the history of Christ a little forward. ഞാൻ പറയാമെന്ന ദൂത് ഇതല്ല, പക്ഷേ ഹല്ലേലൂയ ദൈവാത്മാവ് തിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. This is not the message I came prepared for, but the Holy Spirit is turning the direction. ദൈവത്തിന്റെ വാക്ക് കേട്ട് അബ്രഹാം അനുസരിച്ചപ്പോൾ, just as Abraham heard the voice of God and was obedient to that voice, അബ്രഹാമിന് ശേഷമുള്ള തലമുറയുടെ മേൽ ദൈവത്തിന്റെ ഫേവർ വന്നു. Oh, the next generation of Abraham, the favor of God was upon them. ഹല്ലേലൂയ. അബ്രഹാമിന് ശേഷമുള്ള ഹല്ലേലൂയ നെക്സ്റ്റ് ജനറേഷൻ അറിഞ്ഞില്ല, പക്ഷേ അവന്റെ അടുത്ത ജനറേഷൻ യാക്കോബിലെത്തി നിൽക്കുമ്പോൾ, when we go from the next generation to the one after that, the life of Jacob, തന്റെ ഭവനത്തിൽ നിന്ന് വിട്ടിറങ്ങി ഹല്ലേലൂയ ദൈവ നിയോഗത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവൻ വനാന്തരത്തിൽ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ വിൽഡർനെസ്സിൽ കിടക്കുമ്പോൾ, as Jacob leaves his home with his family and goes and runs into the wilderness, വചനം പറയുന്നു അവൻ ഒരു കല്ലെടുത്ത് ഹല്ലേലൂയ അവൻ തലയ്ക്ക് വെച്ചു. The word of God says that he laid his head to rest on a rock. അവിടെ അസാധാരണ ട്രാൻസാക്ഷൻസ് ഉണ്ടായി അവന്റെ ഉറക്കത്തിൽ. Extraordinary transactions took place as he laid his head to rest on that rock. ഞാനിത് പറയുമ്പോൾ ഇന്ന് അസാധാരണ ട്രാൻസാക്ഷൻസിന് വേണ്ടി ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. So as I speak that, we must be with eager expectation for that. സ്വർഗ്ഗത്തിൽ നിന്നും ഹല്ലേലൂയ ചിലത് അവൻ പ്രാപിച്ചു. He received certain things from heaven. തൊട്ടടുത്ത നിമിഷം താൻ പറയുകയാണ് ഹല്ലേലൂയ യഹോവ എന്നെ അനുഗ്രഹത്തോടെ മടക്കി അയച്ചാൽ ഹല്ലേലൂയ ഞാൻ അവിടെ നിനക്ക് വേണ്ടി ഒരു ആലയം പണിയും. So he says, if heaven is blessing me here in this place, I will build you an altar. അവൻ ആ കല്ലെടുത്ത് നാട്ടി. Oh, he put his rock there. ഹല്ലേലൂയ. വചന പണ്ഡിതന്മാർ പറയുന്നു, those who are scholars in the word say, ഹല്ലേലൂയ രണ്ട് തലമുറയ്ക്ക് മുമ്പേ അബ്രഹാം കുറച്ച് കല്ലുകൾ എടുത്ത് നാട്ടി തന്റെ മകനെ അതിന്റെ മേൽ യാഗമായി വെച്ചു. So 2 generations before, Abraham prepared rocks to offer his son Isaac as a sacrifice in that place. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂത് കേട്ടവൻ ഹല്ലേലൂയ പിന്നീട് ജീവിച്ചിരുന്നില്ല, അവന്റെ ശേഷമുള്ള തലമുറയും ജീവിച്ചിരുന്നില്ല. Even though the man of God who heard this message did not live and the next generation did not see the fruit of രണ്ട് that, തലമുറ കഴിഞ്ഞപ്പോൾ വചന പണ്ഡിതന്മാർ പറയുന്നു അബ്രഹാം യാഗം ചെയ്ത അതേ സ്ഥലത്ത് തന്റെ പിൻതലമുറക്കാരനായ യാക്കോബ് ഒരു കല്ല് നാട്ടി. Hallelujah. We see the scriptures say that 2 generations after Abraham, Jacob goes to that place and he prepares an altar for the Lord there. Hallelujah. Hallelujah. കല്ലിന്റെ മേൽ നിയമമിട്ട ദൈവം മാറുന്നില്ല. Oh, the name that the Lord gave or the promise he gave over that place did not change. നിന്നെ ഇവിടെ ഇരുത്തി ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if God has brought you to this place by a promise, നീ മറന്നാലും പറഞ്ഞവൻ മറക്കത്തില്ല. the one, even if you forget, the one who made the promise has not നീ forgotten. അതിന് വില കൊടുത്തില്ലേലും ദൈവം വില കൊടുക്കാതിരുന്നിട്ടില്ല. Even if you did not give necessarily a cost for it, there's a heaven who paid a നിന്നെ cost for വലിയൊരു it. ജാതിയാക്കുമെന്ന് പറഞ്ഞു. He said to him, he will make him a great nation. ഇതാ രണ്ട് തലമുറയ്ക്ക് ശേഷം ഒരുവൻ അവിടെ ആലയം പണിയാൻ ഒരുങ്ങുകയാണ്. So 2 generations after this promise, we see a man preparing an altar in that place. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. Time has passed even. ഹല്ലേലൂയ. ദാവീദിന്റെ സമയമെത്തി. It reached the time of David. ഹല്ലേലൂയ. യഹോവയുടെ ജനത്തിന് നേരെ മറുതലിച്ചു നിൽക്കുന്ന ഗോലിയാത്തിനെ ഹല്ലേലൂയ അവൻ എറിഞ്ഞു വീഴ്ത്തി. He puts down the one who stands Goliath to intimidate the people of വചന God. പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു, The scholars of the word say, ഹല്ലേലൂയ ഇവൻ ഗോലിയാത്തിന്റെ തല വെട്ടിയിട്ട് ആ തലയുമായി നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. we see that David cuts the head of Goliath off, and as he's walking with this, ഇവൻ ഈ തല കൊണ്ട് വെച്ച ഇടം ഹല്ലേലൂയ യാക്കോബ് കല്ല് നാട്ടിയ അതേ ഇടമാണെന്ന് പറയുന്നു. we see that the place where David lays down this head is the same place that Jacob prepared this altar. ഇവൻ ആ തലയെടുത്ത് വെച്ച ഇടം ഹല്ലേലൂയ അബ്രഹാമിന് ദൈവത്തിന്റെ ദൂതിടപെട്ട ഇടമാണെന്ന് പറയുന്നു. We see that where David put this head to rest is the same place that Abraham had an encounter with God. ഗോലിയാത്തിന്റെ തല ചെന്ന ഇടത്തിന് പിന്നീട് ഒരു മറുപേരുണ്ടായി. Oh, there was another name given to the place where Goliath's head was laid to rest. ഗോൽഗോഥ എന്നറിയപ്പെട്ടു. Oh, it was known as Golgotha. മനസ്സിലാകുന്നുണ്ട്. How many people understand the revelation behind this? ഗോൽഗോഥ എന്ന വാക്കിന്റെ ആദ്യമത്തെ പദം ഗോലിയാത്ത് എന്നായിരുന്നു. The place was before known as Goliath. Praise you, Father. ഗോലിയാത്തിന്റെ തലയോട്ടി ചെന്ന ഇടമാണ് തലയോടിടമായത്.
We see that the place of skulls was where Goliath's skull was laid. ഈ ഇടം ഏതാണെന്നറിയാമോ? അബ്രഹാമിന് ദൈവത്തിന്റെ ദൂതനപ്പെട്ട സമയം. This is the very place that Abraham had an encounter with God. യാക്കോബ് കല്ല് നാട്ടിയ ഇടം. It is the place where Jacob prepared an altar to God. അതാ കാലത്തിന്റെ അവസാനം യേശു ക്രിസ്തു ക്രൂശുമായി ചുമന്നു കയറിയതും ഇതേ ഇടത്തോട്ടാണ്. Oh, this is the very same place Jesus is carrying the cross of Calvary to. എനിക്കൊറ്റ ദൂതേ പറയാനുള്ളൂ. I only have one message to declare today. അബ്രഹാമിന് അന്ന് യാഗം നടന്നില്ല. Oh, the sacrifice did not happen for Abraham. ആടിനെ കൊണ്ടൊരു യാഗം നടന്നു, ഹല്ലേലൂയ. പക്ഷെ മകനെ കൊണ്ടൊരു യാഗം നടന്നില്ല. There was a sacrifice with the ram, but not with the son in that place. പക്ഷെ പറഞ്ഞവൻ വിശ്വസ്തനായതുകൊണ്ട്, But because the one who called him was faithful, at the fullness of time, അവരൊരു യാഗം വരുത്തുകയാണ്. oh, there is a sacrifice he is preparing. യാഗം കഴിക്കുക. Oh, he is preparing that sacrifice. അബ്രഹാമുക്ക് മുമ്പ് എവിടെ പ്ലാൻ ചെയ്തോ, wherever he had planned it before the foundations of the earth, അവൻ തീരുമാനിച്ചു, wherever he decided to place that altar, തന്നെ തന്റെ മകനെ അവൻ യാഗമാക്കി. he is preparing, made his son a sacrifice in that very ഞാൻ place. പറഞ്ഞില്ല, എന്റെ ദൂതിതല്ല. This was not the message I came with. ഒറ്റ കാര്യം പറഞ്ഞ ഇത്രയും പറഞ്ഞത്, Oh, it's one thing I shared and that brought us here. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറത്തില്ല. The one who has made the promise is faithful. ഈ നാല് ചുവരിന്റെ അകത്തിട്ട് നീ കേട്ട ദൂതുകൾ ഈ നാല് ചുവരിന്റെ അകത്തിട്ട് തന്നെ നിവർത്തിക്കും. The one promises you have received within the four walls of this building, within the four walls of this building, you will see it. Praise him in tongues. Whoa! Thank you, Holy Spirit. Thank you, Holy Spirit. മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനം വാഗ്ദത്ത കനാൻ നോക്കി പോയപ്പോൾ, as the children of Israel was called out from Egypt and was headed to Canaan, വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ശുശ്രൂഷകർ ഇങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടു, അത് മരുഭൂ പ്രയാണമായിരുന്നില്ല, അത് മഹത്വ പ്രയാണമായിരുന്നു എന്ന്. we hear in the scriptures it was a wilderness, but and also I've heard preachers say it was necessary, not necessarily wilderness, but it was a way of glory. ഹല്ലേലൂയ. 100% ഞാൻ യോജിക്കുന്നു. Oh, 100% I agree. കാരണം മരുഭൂമിയിൽ ഇവർക്ക് ഒന്നിനും മുട്ടുണ്ടാകുന്നില്ല. Oh, in the wilderness we see that there was no lack for anything in their lives. ഇവർ പിറുപിറുത്തിട്ടും ദൈവം ഇവരോട് കോപിക്കുന്നില്ല. Even though they murmur, God is not despising or cursing them. ഇവർ ദൈവത്തിന് എതിരായിട്ട് സംസാരിച്ചിട്ടും ദൈവത്തിന്റെ ഹൃദയം ഇവരോട് കോപിക്കുന്നില്ല. Even though they speak and murmur against God, God is not full of hatred. മരുഭൂമിയിൽ ഇവർ പെട്ടുപോകാൻ ദൈവം സമ്മതിക്കുന്നില്ല. The Lord is not allowing them to be passed out in the wilderness. ഇത് മഹത്വത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. This is one thing that happens only in glory. ഇത് മഹത്വത്തിൽ മാത്രം നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്. This is only a transaction that takes place in glory. ദൈവം കോപത്തിന് പകരം, ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ ഹൃദയം നമ്മുടെ മേൽ പകരും. Hallelujah. In the place of God's justice, he gives us his mercy instead. Hallelujah. Glory. ഈ ഒരു മഹത്വ പ്രയാണത്തിന് ശേഷമാണ് ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നത്. It is after the period of time in the wilderness that the Lord gives them the 10 commandments. ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം, ദൂത് നിയമം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. He knows that after he gives them the 10 commandments, he has to punish them for their wrongdoings. എനിക്ക് തോന്നുന്നത് ഈ നിയമം കൊടുത്തതിന് ശേഷം ദൈവത്തോട് ഈ ജനം മറുതലിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഈ മരുഭൂയാത്ര ഇവർ പറഞ്ഞു. Even before, after they received the 10 commandments, they started to murmur even more in the wilderness. പക്ഷേ ഇവർ മഹത്വത്തിലായിരുന്നതുകൊണ്ട് ദൈവം അത് വിലക്കെടുത്തില്ല. Oh, because they were traveling in the glory of God, God did not fully put an end to them. ആത്മാവിനാൽ പുതിയ നിയമസഭയോട് ദൈവം പറയുന്നു, നീ മഹത്വത്തിലല്ല, മഹത്വത്തിന്റെ മേൽ മഹത്വത്തിലാണ്. Oh, to the New Testament church, he not only says you are traveling in glory, but your glory upon glory. ഇത് പറയുന്നത് അറിയാമോ? Do you know why I'm sharing this? ഇന്നലെ ജേസൺ പ്രസംഗിച്ചപ്പോ മകൻ ഇങ്ങനൊരു പദം ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഈ ഒരുപാട് അഭിഷിക്തന്മാരുടെ എല്ലാ പേര് പറഞ്ഞ്, യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് താൻ ഇങ്ങനെ ഹല്ലേലൂയ പ്രസംഗത്തിന്റെ പോയിന്റ് പ്രൂവ് ചെയ്തപ്പോൾ ഇങ്ങനെ അവസാനം പറഞ്ഞു, കോമൺ മാൻ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? We see that as Jason was preaching, he shared the many men of faith who walked by faith, and we see he comes to Jesus and then he asks a question at the very end. He said, what is the purpose or behind this? ഹല്ലേലൂയ. സാധാരണ മനുഷ്യൻ ഉപയോഗിച്ചപ്പെട്ടതിന് തെളിവുണ്ടോ? Do we see any examples for a common man being used? ഹല്ലേലൂയ. ഞാൻ അത് കേട്ടപ്പോൾ എൻ്റെ അകത്ത് ചിരി വന്നു.
1000 തവണ വീണിട്ട് ഇവിടെ നിൽക്കുന്നത്. Hallelujah. Praise the Lord. Glory, glory, Hallelujah. glory, glory, glory. Yes, 1000 Lord. തവണ വീണിട്ട് ഇവിടെ Glory, നിൽക്കുന്നത്. glory. I was Hallelujah. inside of me. There was a പൊട്ടിമുളച്ചു വന്നതല്ല. Hallelujah, glory. Glory, Shama. കാരണം മഹത്വം കൊണ്ട് ദൈവം പൊതിഞ്ഞു. Hallelujah. It is only because he covered with glory that I'm standing here. കണക്കവൻ നോക്കിയില്ല. I did not look at my 1000 നീ faults. എടുത്ത വിശ്വാസത്തിന്റെ ഒറ്റ സ്റ്റെപ്പിന്റെ മേൽ Hallelujah. On the one step of faith that you took, മുഴുവൻ തുറന്നു നിന്റെ മേൽ വന്നു. all of heaven opened and came upon you. Hallelujah. Hallelujah, glory. അതുകൊണ്ട് തട്ടി പറഞ്ഞതുണ്ട്. Well, there might be faults that happen in your life because of your word. There might have been wrongdoings by your action. ദൈവം കണക്കിട്ടില്ല. But the Lord did not keep account of any of these. അറിയാമോ ഈ വാക്കിന്റെ ദൂതന്റെ മേൽ നീ ആമേൻ പറഞ്ഞതിനെ ദൈവം Hallelujah. All he keeps account is you said amen on this word. Hasuki baraka fa 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 fa. Amen. Hallelujah. Praise you. Amen. Praise you, Father. Yes, Lord. Yes, Lord. He is faithful. അവൻ വിശ്വസ്തൻ. Oh, he is a faithful God. Yes, Hallelujah. Lord. Yes, Lord. Praise you, Father. നമുക്ക് വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. Let us read a scripture. Ephesians chapter 5 verse 15-16. ഫസ്റ്റ് ലേഖനം 5-ാം അധ്യായം 15. യെസ്. അടുത്തത് ഗ്ലോറി. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുക. Hallelujah. Making the best use of time because the days are evil. ഞാൻ ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദൂത് ഇങ്ങനെ പറയാം. Before I begin this, let me share a message with you. ഇന്നലെ ജേസൺ പ്രസംഗിച്ചതും ഇതേ കാര്യമാണ്. This is the very same message that Jason preached on പക്ഷേ yesterday. വേറൊരു മോഡിലായിരുന്നു. But it was in a different way. പക്ഷെ ദൂതൊന്നാണ്. But the message is still the ഇത് same. കേട്ടപ്പോൾ ദൈവം അകത്തിങ്ങനെ ഒരു ബോധ്യം തന്നു. 2 പേരുടെ വാമൊഴിയാൽ ഒരു കാര്യത്തിനെ ഉറപ്പിക്കാം. Hallelujah. Inside the Holy Spirit gave me a confidence that he affirms his word by 2 witnesses. Glory, 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 glory. ഇന്ന് ഈ ദൂതിനെ ദൈവം സഭയ്ക്കകത്ത് ഉറപ്പിച്ചിട്ട് നിങ്ങളെ വിടത്തോളൂ. Hallelujah. The Holy Spirit will surely affirm this word here before allowing you to go. ബോധ്യമുള്ളവർ പ്രതികരിച്ചുകൊണ്ടിരുന്നാട്ടെ. Oh, so let us respond to that word. Hallelujah. 5:17 ഒന്ന് വേഗത്തിൽ വായിക്കുമോ? Let's read 5 verse 17 one more time. ഇത് കർത്താവിന് ഇഷ്ടമാണെന്ന് ഗ്രഹിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? Hallelujah. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്. This is the will of the Lord. ഇതാണ് കർത്താവിന്റെ ഇഷ്ടം. This is the will of the Lord. ഹല്ലേലൂയ. എന്തുവാണെന്നറിയാമോ? Do you know what that is? സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുക. To use your time in a manner that is fruitful. എന്റെ സമയം നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന ആരെങ്കിലും ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? Is there anyone who's saying I've lost certain portions of my time? ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. Even I have said that at one time. 2012 കർത്താവിനെ അറിഞ്ഞ് ശുശ്രൂഷയ്ക്ക് സ്റ്റെപ്പ് വെച്ചിട്ട് In 2012 when I first heard the call of God and took foot into ministry. 3-4 വർഷം തികയുന്നതിന് മുമ്പ് അതിൽ നിന്ന് വീണുപോയി. 3 or 4 years after that I fell from that. പിന്നെ ജോലിയും മറ്റു കാര്യങ്ങളും ഹല്ലേലൂയ ശുശ്രൂഷ എന്നുള്ള മനോഭാവമേ അകത്തുനിന്ന് മാറിപ്പോയി. When jobs and different situations came into my life, the work of the ministry came out of my heart. അന്ന് കാലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഹല്ലേലൂയ, എന്നിലും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. So one thing I recognized in that time was that the Lord was using even children that were younger than me. ഇത് കാണുന്നോടം വരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. I did not have any problems until I saw this sight. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അകത്തൊരു കുത്തുകൊള്ളാൻ തുടങ്ങി. But as soon as I saw this sight, then there was a poking or prodding in my heart. കൊച്ചു പിള്ളേർ വന്ന് ഭൂതങ്ങളെ ഓടിക്കുക. Well, young children were driving out, casting out demons. ഭയങ്കരമായിട്ട് കുത്താൻ തുടങ്ങി. Oh, my insides started to burn. ശുശ്രൂഷ എവിടെ പോയി? Where did my ministry go? ഹല്ലേലൂയ. Glory. പ്രാർത്ഥന എവിടെ പോയി? Where did my prayer life go? വിശ്വാസം എവിടെ പോയി? Where did my faith go? ഹല്ലേലൂയ. ഇങ്ങനെ സമയം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർ ഏതെങ്കിലും വിധത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, if there is one person who's sitting here and saying I've lost my time, നിങ്ങളോടാണ് ഇന്നത്തെ ദൂത്. Today's message is directly for you. ഹല്ലേലൂയ. Glory to God. Yes, Lord. Hallelujah. Yes, Lord. Praise you, Hallelujah. Father. Yes, Lord. ഈ പിശാചിന്റെ ശബ്ദമാണ് അകത്ത് വരുന്നത്. ഇനി നിന്നെ കൊണ്ട് പറ്റത്തില്ല. If it's the voice of the enemy, it's no longer going to affect you. ഹല്ലേലൂയ. എവിടെയോ വീണ് പോയി, ഇനി നിനക്ക് കയറാൻ പറ്റത്തില്ല. It's the enemy that says that you cannot re-enter back into the places he has ഇത് appointed for you. പിശാചിന്റെ ശബ്ദമാണ്. This is the voice of the enemy saying ഈ that. പകൽ അത് തിരിച്ചറിഞ്ഞിട്ട് ഇവിടുന്ന് മടങ്ങി പോകാവൂ. Today you must have a discernment that's his voice and you must
recognize that. ദൈവം ആഗ്രഹിക്കുന്നത് നീ അറിഞ്ഞ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ദൈവം കയറ്റും. The desire of the Lord is to have you travel from the glory you recognize into glory that's prepared. ദൈവം അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് സെൽഫ് പറയും നോ നിനക്ക് പറ്റത്തില്ല. When God has prepared and planned this, our inner man will say, no, it's not possible. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഒരു പ്രവചന ദൂതനായിട്ട് ഞാൻ സഭയോട് ഇങ്ങനെ പറയാം. The Holy Spirit, like a word of prophecy, let me declare it to the church. ഇന്ന് നീ സമയത്തെ ജയിച്ചിട്ടേ മടങ്ങി പോകത്തുള്ളൂ. Oh, today you will redeem that time before you go. Yes, Lord. സീസണിൽ നീ ജയിച്ചിട്ടേ മടങ്ങി Oh, പോകത്തുള്ളൂ. you will surely be victorious over this season before you leave. വിക്ടറി നിനക്ക് കാണിക്കും. Oh, victory will be for you. Oh, yes, Lord. Rashmani Antai. എനിക്ക് Yes, പറയുന്നത് Lord. നിങ്ങൾക്ക് Yes, Lord. മനസ്സിലാകുന്നുണ്ടോ? Oh, how many people understand what I'm sharing? നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ബ്ലോക്ക് ചെയ്യുന്ന ഏറിയ പരിശുദ്ധാത്മാവ് വെട്ടുന്നത്. The Holy Spirit is completely removing the area where the enemy has blocked you from advancing. അത് ഹൃദയത്തിൽ ബോധ്യമുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. How many people, if you recognize it in your heart, keep praising and thanking him for that? ഓരോ ഞായറാഴ്ചയും എനിക്ക് പ്രസംഗിക്കാനുള്ള നിയോഗം വരുമ്പോൾ ഞാൻ ദൈവത്തോട് ഒരു അടയാളം ചോദിക്കും. Every time before I have to stand before and preach, I ask God for a sign. എൻ്റെ അകത്ത് ഒരുപാട് ദൂതുകൾ ദൈവം തരുമ്പോൾ കർത്താവ് ഏത് ദൂത് ഇന്ന് സഭയോട് സംസാരിക്കണം അന്ന് ഈ ഒരു അടയാളത്തോടു കൂടി അത് വെളിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. I always pray that, Lord, I received several messages, but the one you want me to share, show me a sign so that I may അങ്ങനെ ഒരു share. അടയാളത്തോടു കൂടി കിട്ടി ദൂതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. So it is with a sign I've received this message and I stand before you. Yes, Lord. Hallelujah. Hallelujah. Glory to ശക്തിയോടെ God. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Oh, let us give him a glad shout of praise this morning. Yes, Lord. നഷ്ടപ്പെട്ട സമയങ്ങളും കാലങ്ങളും തിരിച്ചു വരത്തില്ലെന്ന പൊതുവെയുള്ള വൈപ്പാ. ഹല്ലേലൂയ. The voice that says you will not be able to receive the time that's lost is not true. ഹല്ലേലൂയ. Yes, Lord. നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലെന്ന പൊതുവെയുള്ള അഭിപ്രായം. Oh, it is the public opinion that you will not receive the lost time back. പക്ഷേ ആത്മാവിൽ സഭ ഇന്നതിനെ തിരിച്ചു പിടിക്കും. But today the church should reconquer that by the Spirit. പിശാച് ഇതുവരെ നിന്നിൽ നിന്ന് അപഹരിച്ചതിനെ ദൈവം മടക്കി തരാൻ പോവുകയാണ്. Whatever the enemy has taken from your life today, the Father is going to restore for you. പിശാച് നിന്റെ കുടുംബത്തിൽ നിന്നും Yes, അപഹരിച്ചുകൊണ്ട് glory. പോയതിനെ Yes, Lord. പരിശുദ്ധാത്മാവ് Yes, തിരിച്ചു ക്ലെയിം ചെയ്യുകയാണ്. whatever the enemy has stolen from you as a family, the Spirit of God will cause you to return and be restored through നീ it. നന്മ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ ശബ്ദങ്ങളെ Hallelujah. ആത്മാവ് കയറി ചവിട്ടിയിട്ട് Hallelujah. കൊടുക്കുകയാണ്. Glory. Oh, the voice that said you will not enjoy or be a part of this blessing. നിന്റെ ഡെസ്റ്റിനി പകൽ തിരിയുകയാണ്. Hallelujah. Today your destiny is changing course. Glory. Hallelujah. Glory. Yes, Lord. Hallelujah. Shabala kuriba baba. Yes, Ripa baba. Lord. ലോകത്തിന്റെ ജ്ഞാനം പറയും നിനക്ക് ഇനി സ്കോപ്പില്ല. Oh, the wisdom of this world will say you will have no chance to receive this. പക്ഷേ യോവേൽ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു ദൂതുണ്ട്. Oh, but there is a prophecy in the book of Joel that തുള്ളലും says, വെട്ടിക്കളയും നശിപ്പിച്ചു കളഞ്ഞ Hallelujah. ഹല്ലേലൂയ തിന്നു കളഞ്ഞ നിന്റെ സംവത്സരങ്ങൾ Glory, 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 glory. റീക്ലെയിം ചെയ്യാൻ പോകുന്നു. Hallelujah. Oh, the times that the grasshopper and the locust has taken from you. Oh, you are going to reclaim it. The Lord is going to restore നീ that. സമയത്തെ തിരിച്ചു പിടിക്കാൻ പോവാ. Oh, you are going to recapture time. ആമേൻ. Yes, Lord. നീ സമയത്തെ തിരിച്ചു പിടിക്കാൻ You പോവാ. are going to recapture time. ഹല്ലേലൂയ. ഈ സമയത്തിന്റെ അകത്ത് നിന്നോടുള്ള സകല ദൂത് അടങ്ങിയിട്ടുണ്ട്. Oh, all the messages that Father has for you is hidden in this ഇന്ന് time. നീ അതിനെ തിരിച്ചു പിടിക്കും. Today you will recapture it. Yes, Lord. ആത്മാവിற்கு ശരീരത്തിലും ചിന്തകളിലും ബോധ്യം തരികയാണ്. Oh, the Holy Spirit is giving it to me in my body, in my mind, in my spirit. ശക്തിയോടെ Oh, the truth ആരാധിച്ചാൽ നമ്മെ behind this. പിടിച്ചാട്ടെ. ആരാധിച്ചു പിടിച്ചാട്ടെ. Worship and recapture. Worship and reclaim the time. ഇന്ന് വെറും കൈയോടെ ദൈവം നിന്നെ മടക്കി അയക്കത്തില്ലെന്ന ഈ ദൂതിന്റെ വേറൊരു തലം. Oh, another way you can say this message is the Lord will not allow you to leave empty-handed. ഹല്ലേലൂയ. Genesis വേഗത്തിന്റെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 1:14. chapter 1 verse number 14. Let's read that. Yes. ഹല്ലേലൂയ. ഭൂമിയിൽ സമയത്തെ തീരുമാനിക്കുന്നത് സൂര്യനും ചന്ദ്രനുമൊക്കെയാണ്.
what sets the time on this earth is the sun and the moon and the different seasons. അങ്ങനല്ലേ ബൈബിളിൽ പറയുന്നത്, പകലും രാവും തമ്മിൽ വേർപിരിയുന്ന ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉതകട്ടെ. It says, let there be lights in the expanse of the heavens to separate the day from the night, and let them be for signs, for seasons, and for days and years. Hallelujah. Glory. ഇതിന് കീഴിലുള്ള സകല സിസ്റ്റങ്ങളും ഇതിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. So all the things that are beyond this point are controlled by this. സഭയുടെ ആത്മാവിനെ ദൂത് പറയാം. Oh, let me say a message to the church in the spirit. നീ ഇതിന്റെ മുകളിലാണ്. Oh, where you are traveling is above this. നീ ഇതിന്റെ കീഴിലല്ല, നീ ഇതിന്റെ മുകളിലാണ്. Hallelujah. You are not traveling under this, but the church travels above this. Hallelujah. Yes, praise you, Father. ഭൂമിയിൽ SUN വെച്ച കുരിക്കിനെ സ്വർഗ്ഗത്തിലെ അപ്പന്റെ SON പൊട്ടിച്ചിരിക്കുന്നതാണ് എന്റെ ദൂത. Oh, the system of this world that runs by SUN is broken by the SON that the Father has established through His Son. നിന്നെ യേശുവിന്റെ രക്തത്താൽ അവൻ പുതിയൊരു ക്ലൈമറ്റിന്റെ കീഴിലാക്കി വെച്ചിരിക്കുകയാണ്. Oh, through the redemption of His Son, He has set you under a new climate zone. സൂര്യന്റെ വെയിൽ നിന്റെ മേൽ ഏൽക്കാതെ വണ്ണം മേഘം കൊണ്ട് അവൻ മൂടിയതുപോലെ. Oh, just as the heavens were covered by the clouds. നീ ഇനിമേൽ സൂര്യന്റെ കീഴിലല്ല, നീ മേഘത്തിന്റെ കീഴിലാണ്. Oh, no longer are you traveling under a cloud, but under glory. Yes, Lord, give Him a shout of praise. സൂര്യന്റെ കീഴിലല്ല, നീ മേഘത്തിന്റെ കീഴിലാണ്. You are no longer traveling under the SUN, but you are traveling under the cloud. Hallelujah. അവൻ നീതി സൂര്യനാണ്. Because He is the Son of righteousness. അവൻ 1000 സൂര്യന്മാരെക്കാൾ ചന്ദ്രന്മാരെക്കാൾ തേജസ്സേറിയവനാണ്. Oh, He is more glorious than 1000 suns and moons. Hallelujah. അവൻ തേജസ്സിന്റെ മേൽ തേജസ്സുള്ളവനാണ്. He is full of glory and full of glory. Hallelujah. Yes, Lord. Glory upon ഭൂമിയിലെ glory. സൺ നിന്നെ ബാധിക്കത്തില്ല. Oh, no sun will harm you. ഭൂമിയിലെ മറ്റു ഗ്രഹങ്ങൾ നിന്നെ ബാധിക്കത്തില്ല. Oh, no other portion of this world will affect you. Hallelujah. നീ ആയിരിക്കുന്നത് മഹത്വത്തിന്റെ കീഴിലാണ്. Oh, you are traveling under the glory cloud. Yes, Lord. മഹത്വത്തിന്റെ കീഴിലല്ലാത്തത്രോളം കാലം, ഞാൻ ഇങ്ങനെ പറയാം, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, അഭിഷേകത്തിന്റെ തലത്തിലാണെങ്കിലും സൂര്യൻ നിന്നെ ബാധിച്ചെന്നിരിക്കും. Even if you travel in anointing, sometimes the sun of this world may affect you. ശത്രുവിന് തൊടാൻ പറ്റാത്ത ഒരു മേഖലയുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ക്ലൈമറ്റ് ആണ്. If there is one place that the enemy cannot lay hold of you, it's under the Holy Spirit climate. വചനം പറയുന്നു, ആലയം പുക കൊണ്ട് മൂടി. Oh, the word says that the smoke covered the place അതിന്റെ first. വേറൊരു ആത്മീയാർത്ഥം ഞാൻ പറയാം. Another spiritual meaning behind it is, പുറത്തുനിന്ന് നോക്കി അകത്ത് എന്നെ നടക്കുന്നതെന്ന് അറിയത്തില്ല. when you look from the outside, you cannot see what's happening on the inside. നിന്റെ ട്രാൻസാക്ഷനെ പിശാചിന് കാണാൻ പറ്റത്തില്ല. Oh, the transaction heaven makes with you, the enemy cannot see that. സ്വർഗ്ഗം നിന്റെ മേൽ ചൊരിയുന്നത് എന്താണ്? ശത്രുവിനെ കാണാൻ പറ്റുന്ന മേഘമാണ്. Hallelujah. Oh, the transaction that heaven makes with your life, the enemy cannot see it as long as you're in that cloud. Yes, Lord. നമ്മൾ വേറെ ക്ലൈമറ്റിന്റെ അകത്താണ്. Oh, we're traveling in a different climate zone. Hallelujah. Yes, Lord. Hallelujah. Yes, Lord. Praise Hallelujah. you. Yes, Lord. മത്തായി 4:14-15 വേഗത്തിൽ അത് വായിക്കുമോ? Matthew 4:14 and 15. Praise you, Jesus. Yes. Yes. Yes, Lord. Praise you. Amen. Hallelujah. നിഴലിലിരിക്കുന്നവർക്ക് പ്രകാശമുണ്ടായി. For those who are dwelling in darkness have seen a great light. Hallelujah. Yes, Lord. നീ ഒരു തണൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മേഘത്തിന്റെ അടിയിൽ ഓടി കയറിക്കണം. If you are desiring a place of shade, run quickly under the cloud. ഇരുട്ടിലേക്ക് പോയി ചേരരുത്. Do not join with the darkness. Hallelujah. Glory. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. Those who were sitting in darkness have seen a great light. ഈ വലിയ വെളിച്ചം സൂര്യനേക്കാൾ തേജസ്സുള്ള വെളിച്ചമാണ്. Oh, this great light was much brighter than the sun. അടുത്ത വചനം പറയുന്നു, മരണത്തിന്റെ ദേശത്തിൽ In the shadow of death. നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. Oh, for them also a light has dawned. ഈ ദൂത് ദൈവം എനിക്ക് തന്നപ്പോൾ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു. When the Lord gave me this message, the Spirit shared with me this way. ഹല്ലേലൂയ. ഈ ദൂത്
this message, മരണത്തിന്റെ കെട്ടിനെ പൊട്ടിക്കും. oh, this message will remove the pangs of death. ഹല്ലേലൂയ. Yes, Lord, praise you, Father. നമ്മൾ ഈ ചെറുതായിരിക്കുന്ന സമയത്ത് ഓരോ ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. When we were young, when we had birthdays, we would be very eager and happy for those days to come. പ്രായമായി കഴിയുമ്പോൾ ബർത്ത്ഡേ വരുമ്പോൾ വിഷമം പേടിയാ. As we get older, when we celebrate those birthdays, we become fearful and we're afraid of what might happen next. ഹല്ലേലൂയ. അടുത്ത ബർത്ത്ഡേ കാണാൻ പറ്റുമോ എന്നുള്ള പേടിയാ. We have a question whether we might see the next birthday. ഇന്ന് ആത്മാവ് ബന്ധത പൊട്ടിക്കുക. Hallelujah. Today the Spirit of God is removing that thought bondage. കാരണം നീ ഒരു സമയം സെറ്റ് ചെയ്തു വെച്ചേക്കുക. Oh, because you have set some sort of time. നിനക്കകത്ത് ചിന്ത അടുത്തൊരു വർഷം അറിയില്ല. You're thinking in your heart, what will happen next year? I don't really know. നീ സെറ്റ് ചെയ്ത സമയത്തെ പരിശുദ്ധാത്മാവ് ഈ ദിവസം പൊട്ടിക്കും. Oh, whatever time you have set upon some things, the Holy Spirit is breaking. ദൈവം സെറ്റ് ചെയ്ത സമയത്തേക്ക് നിന്നെ കയറ്റും. And the Lord is going to not only remove that, but take you and cause you to enter into that. മരണത്തിന്റെ ദേശത്തിൽ നിഴലിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിക്കുന്ന പകലാണിത്. Hallelujah. For those who are dwelling in the region with the shadow of death, today a light is dawning upon you. കാരണം നീതി സൂര്യൻ നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുകയാണ്. Because the Son of Righteousness has lighted and shone upon you. ദൂതനെ നീ താലോലിക്കരുത്. Oh, and do not stay or remain under the shadow of death any longer. ഭയത്തെ നീ താലോലിക്കരുത്. Or do not encourage or stay under the fear of death any longer. ആത്മാവിന്റെ ഫ്രീഡത്തിലേക്ക് ഒന്ന് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. Oh, take steps of faith into the life of freedom. ദൈവം നിന്നെ ഒരു ഗ്ലോറിയസ് ടൈമിലേക്ക് പകൽ സ്റ്റെപ്പ് ചെയ്യുകയാണ്. The Father is preparing you to enter into a glorious stage. ആ വാക്കൊന്ന് പറഞ്ഞാട്ടെ, ഒരു glorious ടൈമിലേക്ക്. Oh, a glorious time, declare it with your mouth. A glorious time. കരം കൊടുത്ത് പറ, ഒരു Oh, glorious glorious time, ടൈമിലേക്ക് glorious time, പരിശുദ്ധാത്മാവ് ഈ പകൽ സമയത്ത് വെക്കുകയാണ്. glorious time, glorious time, glorious time. Yes, declare it to your neighbor. മനുഷ്യന്റെ ചിന്തകളെ പൊളിച്ചെഴുതുന്ന ആത്മാവിന്റെ സമയത്തിലേക്ക്. Oh, a time where the Holy Spirit is rewriting the wisdom of man and causing him to enter into the glory of God. കാരണം സൂര്യനും ചന്ദ്രനുമല്ല ഇനി മുതൽ നിന്നെ ഭരിക്കുന്നത്. Oh, no longer the sun and moon are going to rule over your life. നീതി സൂര്യന്റെ കീഴിലാണ് നീ. Hallelujah, you are under the Son of Righteousness. Hallelujah. Glory to God, glory to God, glory. Hallelujah. Hallelujah, praise you, Father. Amen. Yes, Lord. യേശുക്രിസ്തുവിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. There was a time before the time of Christ. ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു നടന്നു. ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ വരെയുള്ള പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഒരു വെളിച്ചം വരുന്നുണ്ട്. The prophets up to even John the Baptist said there is a light that is coming. ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വെളിച്ചമല്ല, ഞാൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നവനാണ്. John says, I am not the light, I am here to bear witness about the light. ഹല്ലേലൂയ. Glory. ഇവരെല്ലാം നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു ദൂതും പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. So all these people are carrying a message of something that's going to happen the next day. ഇവരുടെ ദൂതുകൾ കംപ്ലീറ്റ് ആയിരുന്നില്ല. Their messages were not complete. ഇതൊരു സ്പെസിഫിക് ടൈമിനെ ഫോക്കസ് ചെയ്തുള്ള ദൂതുകളായിരുന്നു. There were a message that was for a specific time that had not come yet. എന്നാൽ യേശുവിന്റെ സമയം വന്നപ്പോൾ, But in the time of Jesus, ഹല്ലേലൂയ, glory. ആ ദൂത് ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുക. Hallelujah, that message came down from heaven and starts to minister. ഈ ദൂതിന്റെ പ്രത്യേകത അവൻ പറയുന്നത് അപ്പോ സംഭവിക്കും. Oh, the specific uniqueness of this message is when it says it will happen. സമയം പറഞ്ഞു നാളെ വരും. Oh, the time up to John the Baptist said there is a message that is coming. നാളെ ഇത് സംഭവിക്കും. Tomorrow it will happen. അന്ന് യേശു പറഞ്ഞു ഇന്നത് സംഭവിക്കും. Oh, when Jesus entered, he said, today it has come to pass. How many people realize, understand? ക്ലൈമറ്റിന്റെ അകത്താണ് നീയെങ്കിൽ, If you are under the Son of Righteousness, ഹല്ലേലൂയ, ഫ്യൂച്ചറിസ്റ്റിക് ദൂതുകളല്ല, ഇന്നത് സംഭവിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ മതിയാകും. hallelujah, you should not have to believe what happens in the future. Today the Lord is doing a work. കാരണം യേശു കൈകാര്യം ചെയ്ത ഒരു സമയമുണ്ട്. Oh, there was a time where Jesus was ministering. അവനൊരു പേരുണ്ട്. His name is Alpha. Hallelujah, glory. His name is Alpha. ഇവൻ സമയത്തിന് മുമ്പേ ഉള്ളവനാണ്. Oh, he was even before the beginning of time. ഇവൻ സമയത്തിന് മുൻപേ ഉള്ളവനാണ്. He was here even before the beginning of ഞാൻ time. ഒരിക്കൽ കൂടി ധൈര്യത്തോടെ അത് വിളിച്ചു പറയും, Oh. ഇവൻ സമയത്തിന് മുൻപേ ഉള്ളവനാണ്. Hallelujah, I will declare it boldly that he existed before time. Hallelujah. അതുകൊണ്ട് ഈ ഭൂമിയുടെ സമയത്തിന് ഇവനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. So that is why the time of the earth could not contain him. ഇവൻ പറയുന്നതാണ് സമയം. Oh, whatever he says is the time. ഈ ഗ്ലോറി ക്ലൗഡിന്റെ പ്രത്യേകത, Glory. ഹല്ലേലൂയ, അവർക്ക് സമയത്ത്
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ. Hallelujah. The uniqueness or the special experience of being under this glory cloud is the breakfast is already there in the mornings. എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല, ഞാൻ ഒന്നും കൂടെ ആഴത്തിൽ പറയാം. One more time I will say it again. ഹല്ലേലൂയ. Glory. ഇന്നത്തെ നിന്റെ ആവശ്യം നാളത്തേക്ക് വെക്കുന്നവനല്ല എൻ്റെ ദൈവം. My Father is not going to put off till tomorrow a need that you have today. ഹല്ലേലൂയ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരുങ്ങിയ ജനത്തിന് ഉച്ചയ്ക്കല്ല അവൻ ഭക്ഷണം കൊടുത്തത്. The people who were ready for breakfast, he didn't give them the lunchtime meal. ഹല്ലേലൂയ. Glory, glory, glory. സമയത്ത് ലഭിക്കേണ്ടത് സമയത്ത് ലഭിക്കണം. Glory. What you should receive on time, you will surely receive it on time. സമയത്ത് ചലിക്കേണ്ടത് സമയത്ത് ചലിക്കാൻ പോവുകയാണ്. What should move on the right time, it will surely start to move. യേശുവിന്റെ സമയത്തിന്റെ പ്രത്യേകതയാണ്. Oh, this is the uniqueness of the time of Jesus Christ. നിങ്ങളുടെ ജീവിതത്തോടെ ആത്മാവിൽ പ്രവചന ദൂതായിട്ട് ഞാൻ കൈമാറാം. I am going to exchange this as a prophetic word over your life. നിങ്ങൾ ആയിരിക്കുന്ന ഈ പ്രായത്തിൽ, This age that you're in, ദൈവം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന പദ്ധതികളെ അടുത്ത ബർത്ത്ഡേ കാണുന്നതിന് മുൻപ് തന്നെ ദൈവം അത് നിവർത്തിച്ചിരിക്കുന്നു. Hallelujah. The purposes and plans that God has for your life before you celebrate your next birthday. He will make നിൽക്കുന്നത് ഗ്ലോറി ക്ലൗഡിന്റെ കീഴിലാണ്. Hallelujah. Oh, the reason why is because you stand under the glory cloud. നിന്റെ യോഗ്യത കൊണ്ടല്ല, നീ നിൽക്കുന്ന ഇടത്തിന്റെ ഗുണം കൊണ്ടാ. Hallelujah. It's not because of you, but it's the place where you're standing. Glory, 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 glory. Lifina samokoriashmana gulabarakabalaba. Lefishmania zekilarian grasma kalbrosifili. Lafana kalbara shubakaria baba baba baba. Hallelujah. Hallelujah. Glory to God. Hallelujah. Glory to God. Glory to God. Yes, Lord. Praise you. ഒരു സന്തോഷം പങ്കുവെക്കാം. I'm going to share a joy with you. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പണായി കിടക്കുന്ന ഒരു ദൂതായത്. This is a message that remained open for 2000 years. നിനക്ക് മനസ്സുണ്ടോ? എനിക്ക് മനസ്സുണ്ട്. Do you have a mind to know this? Yes, I do. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പണായി കിടക്കുന്ന ദൂത. This was a message that remained open for ഇന്നും ആ ദൂത ഓപ്പണാ. Oh, the message remains open even today. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട്? How many people understand? വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. Oh, we do not have silver and gold in our യേശുവിന്റെ hands. നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. But in the name of Jesus you arise and walk. ഓപ്പണായി കിടക്കുന്ന ദൂതാണ്. Oh, it's a message that was open from ഇന്നും അത് then. ഓപ്പണായി Oh, കിടക്കുകയാണ്. it still remains open to this day. Hallelujah. Glory, yes, Lord. Hallelujah. Hallelujah. ഇതിൽ പുതിയ ദൂത് തപ്പി പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. Oh, you don't have to go seeking out a new prophetic message. യേശു ഓപ്പണാക്കിട്ടേക്കുവാ. Oh, heaven, the Lord Jesus has caused it to come wide open. ഒരു വലിയ ജനസമൂഹം ഈ ദൂത് പ്രാപിക്കാൻ ഇരുന്നു അവർക്ക് കിട്ടിയില്ല. A great gathering of people wanted to see this message come to pass, but they did not see it happen. എത്ര സന്തോഷമല്ലേ നമുക്കിത് കിട്ടിയത്. Hallelujah. അടുത്ത തലമുറയ്ക്ക് ഇത് കിടക്കുക. Hallelujah. Hallelujah. Not only did we receive it, but those who are coming after us will also have this open message. Yes, Lord. Hallelujah. Hallelujah. Praise you, Father. Yes, Lord. പരിശുദ്ധാത്മാവ് വരുന്നോടം വരെ ശിഷ്യന്മാരും ഈ ലോകത്തിന്റെ സമയത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Until the time of the Holy Spirit, the disciples were also flowing with the current of the time of this world. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ സമയത്തിന്റെ മേൽ ഷിഫ്റ്റ് നടക്കുകയാണ്. So as the Holy Spirit descended and came upon them, there was a shift in their understanding of time. Hallelujah. Glory, glory, glory. ഇന്ന് ശമരിയയിൽ കണ്ടവനെ നാളെ നിർജ്ജന പ്രദേശത്ത് കാണും. Oh, the one who is standing in Samaria today will end up in the wilderness. ഞാൻ പറഞ്ഞ ദൂതനെ അത് മാറ്റി പറയുക. അടുത്ത നിമിഷം Hallelujah. ആത്മാവിനെ വേറെ സ്ഥലത്ത് പ്രസന്റ് ചെയ്യും. Hallelujah. Glory, 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 glory. Yes, സമയമായി ഇനി Lord. നാളെ വരുന്ന വൈകിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. അടുത്ത നിമിഷം, അടുത്ത നിമിഷം, at the next moment, at the next moment, not the next day. At the next moment there was a shift. There was a shift at the next moment. അവന്റെ വരവടുത്തത്. Hallelujah. The time has come. His coming ഇനി ഒരു soon. ദൂതനെ നെക്സ്റ്റ് ഡേക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്യാൻ സമയമില്ല. Oh, there is not another message that you have to അടുത്ത wait for. നിമിഷം നിന്റെ മുമ്പിൽ പ്ലേറ്റ് തിരിയുകയാണ്. Hallelujah. The next moment the plate is turning on you. Hallelujah. Yes, Lord. Praise you, God. Praise you, Hallelujah. Father. ഒരു വാക്യം കൂടെ വായിക്കാം. Let us read one more portion of 1 scripture. പത്രോസ് 5:6. 1 Peter chapter 5 verse number 6. Yes, Lord. Praise you. Praise you, Father. Yes, Lord. Worship you, Lord. God asmani. Amen. Hallelujah. തക്ക സമയത്ത്, At the appointed time. തക്ക സമയത്ത് At the appointed time. At the right time. Yes, Lord. നിങ്ങളെ ഉയർത്തുവാൻ, In order to exalt you.
ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ. Humble yourself under the mighty hand of God. Yes, Lord. ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ പറ്റിപ്പോയത് എന്താണെന്ന് അറിയാമോ? What might have happened at one time in our lives? നമ്മൾ ഈ കൈക്ക് അകത്തിരിക്കുന്നതിന് പകരം നമ്മൾ കൈക്ക് പുറത്ത് കയറിയിരുന്നു. What we did was, instead of sitting under the mighty hand, we sat outside of that mighty hand. മനസ്സിലാകുന്നുണ്ട്? How many people understand that? Yes, Lord. റൈറ്റ് ടൈമിൽ ദൈവത്തിനെ പൊക്കണമെങ്കിൽ നീ കർത്താവിന്റെ കരത്തിന്റെ അകത്തായിരിക്കണം. In order for the Lord to lift you up and exalt you, you have to remain in His hand. Yes, Lord. സാക്ഷാൽ മഹത്വമായവന്റെ അകത്ത്. You must truly dwell in the one that is glorious. കർത്താവിന്റെ കരം കൊണ്ട് ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം. Hallelujah. Hallelujah. Oh, if you have a assurance in your heart that you are protected by His hand, then surely today recognize that He will exalt you at the right time. Hallelujah. Yes, Lord. Yes. ചിലതിനെയൊക്കെ മനഃപൂർവ്വമായിട്ടൊന്ന് ബലാത്കാരം ചെയ്തെടുക്കുവാൻ സഭയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. Hallelujah. If the church is able to fight and receive certain things today, I give glory to God for that. Yes, സമയം നിങ്ങൾ മിസ് ചെയ്യരുത്. Oh, do not miss this time. ഏത് സമയം അറിയാം? മഹത്വത്തിന്റെ കാറ്റ് വീശുന്ന ഈ സമയത്ത്. Hallelujah. Oh, do not miss the time where the glory wind is blowing. Yes, Hallelujah. ഇനി നിങ്ങൾ ചത്തതിന് സമമായി മുമ്പോട്ട് പോകരുത്. Oh, do not just take your steps unknowingly. മനഃപൂർവ്വം ചില അഗ്രസീവ് ക്യാരക്ടർ നിങ്ങളുടെ പുറത്ത് വരട്ടെ. Oh, let some aggressive nature and tendencies come out of you. ചിലതിനെയൊക്കെ ബലാത്കാരേന സ്വന്തമാക്കുന്ന. Oh, some who will take the strong man's captive. Hallelujah. Yes, Lord. Yes, Lord. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു നന്മയുടെ ദൂത് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അതിനെത്ര പേർ റെസ്പോണ്ട് ചെയ്യുന്നു, അതിനെത്ര പേർ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നു, അത് നമ്മുടെ വിഷയമല്ല. When the Holy Spirit delivers a message of blessing, how many people respond or do not respond is not our issue. പക്ഷേ ഒരു ദൈവ നിയോഗത്തിന്റെ ദൂതിടുമ്പോൾ, but when it's a move of God that the message is declaring, ആ ദൂത് നിന്നെ പാസ് ചെയ്തു പോകാൻ നീ സമ്മതിക്കരുത്. do not allow that message to go past you. Hallelujah. Glory. Yes, Lord. മനസ്സിലാകുന്നുണ്ട്? Glory. Yes, Lord. Yes, Lord. ഒരു ദൈവ ഹൃദയത്തിന്റെ ദൂത് പറയുമ്പോൾ, when a message from God's very own heart is being shared, അത് പോട്ടെ അടുത്തത് പിടിക്കാമെന്ന് നീ വിചാരിക്കരുത്. do not think, let that message go, I will take the next. ചിലത് പിടിച്ചെടുക്കാം. Oh, the strong should recapture and claim those messages. ഇല്ലാത്തവന്റെ പാത്രത്തിൽ നിന്ന് മോഷ്ടിക്കാനല്ല ഞാൻ ദൂത് പറയുന്നത്. I am not trying to steal from the one that has nothing. നിന്റെ മേൽ ദൈവം അയക്കുന്നതിനെ നീ തട്ടിത്തെറിപ്പിക്കാതിരിക്കുക. Hallelujah. Do not lose what God has given to you. Yes, giving to you. Yes, Lord. Yes, Lord. Praise you, Father. Hallelujah. Hallelujah. Praise you. Hallelujah. Yes, Lord. Yes, Lord. കഴിഞ്ഞ 2 ആഴ്ച മുമ്പേക്ക് ഒരു ദൂതാണ്. 2 weeks ago there was a message. ആത്മാവ് ഇങ്ങനെ പറഞ്ഞത്. The Spirit of God shared like this. മേഘം ചലിക്കുമ്പോൾ നീയും ചലിച്ചേ മതിയാകൂ. When the glory cloud is moving, you should surely also move. വചനത്തിൽ അങ്ങനെ കാണുന്നു. ഈ മേഘം എവിടെ നിൽക്കുന്നു അന്ന് അവരവിടെ തമ്പടിക്കും. Wherever the cloud stopped, that's where they rested their night. Hallelujah. പിന്നെ ആ മേഘം എന്ന് മൂവ് ചെയ്യുന്നു അപ്പം മൂവ് ചെയ്തോണം. Whenever the glory cloud would move, in that very moment they would also have to move. Hallelujah. മഹത്വത്തിന്റെ മേഘത്തിന്റെ കീഴിലാണ് നീയെങ്കിൽ, if you are dwelling under that cloud of glory, നിനക്ക് മൂവുകളെ തിരിച്ചറിയാൻ കഴിയണം. oh, you must recognize when the move is taking place. Yes, ഈ മൂവ് സംഭവിക്കുമ്പോൾ നീ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. when this move is moving forward, you should surely be in that. നീ ഇതിന്റെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? Do you know what happens if you are not going or moving with this? നീ ഗ്ലോറിക്ക് വെളിയിലായി പോകും. What may happen is you may be cast out from this. Hallelujah. പിന്നീട് തിരിച്ചുകയറ്റമുണ്ടോ എനിക്കറിയില്ല. പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലത്. Is there a return from that place? I'm not sure. It's entirely up to the Holy Spirit. അതുകൊണ്ട് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം ഓരോ സെക്കൻഡും. So we must be very sensitive each moment. Yes, Lord. Hallelujah. Oh, we must be very sensitive to the move of the Holy Spirit. ഞാൻ പറയാം, അറ്റ്മോസ്ഫിയറിനെ തിരിച്ചറിയുക. We must recognize the atmosphere that we're sitting in. Hallelujah. Yes, Lord. Praise you. Oh, give Him praise and glory. Yes, Lord. We worship You. Oh, how many people believe an extraordinary move will take place in this very place? Oh, give Him praise. Oh, let your heart well up in faith and praise Him. Yes, Lord. Hallelujah. This morning I praise you. ഈ സമയത്തിന്റെ പ്രത്യേകത, ഈ സമയത്തിന് മുൻപ് മൂവ് ചെയ്തിട്ടും കാര്യമില്ല, ഇതിന് ശേഷം മൂവ് ചെയ്തിട്ടും കാര്യമില്ല. What is unique about this move is that there is no purpose in moving before it or to move after that.
ക്ലൗഡ് മൂവ് ചെയ്യുന്ന അതേ സമയത്ത് നീയും ചെയ്യണം. You must move exactly at the moment that the glory cloud moves. Yes, Lord. Yes, Lord. Hallelujah. Yes, Lord. Praise you, Father. Yes, Lord. എന്നിൽ ഏതെങ്കിലും കനാനാണല്ലോ പോകുന്നത്, അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ മുമ്പേ പോയി ഹല്ലേലൂയ നിൽക്കാന്ന് പറഞ്ഞാൽ ദൈവം ആ റൂട്ടിലായിരിക്കത്തില്ല പോകുന്നത്. You may think that we're all going to Canaan. Maybe I should travel 1 hour ahead and stand there. But maybe that's not the way that Father is intending to move. ഇന്ന് ഇതിലാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ജയം തരുന്നത്. Oh, this is what the church is receiving victory today over. To move ചെയ്യുക. Oh, to move according to the move of the Spirit. ഹല്ലേലൂയ. Yes, വേഗം ഒരു Lord. വേദഭാഗത്തിലേക്ക് നമുക്ക് Let പോകാം. us go quickly to a scripture. യേശുക്രിസ്തു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം നമുക്കറിയാം. We know the first miracle that Jesus did. ഹല്ലേലൂയ. Glory. Yes, Lord. ഹല്ലേലൂയ. Yes, Father. Praise you, Father. എന്നെ വളരെ ചലിപ്പിച്ചൊരു ദൂതാണിത്. Oh, this is a message that really stirred me up. യേശുക്രിസ്തുവിന്റെ ആദ്യമത്തെ ശുശ്രൂഷ തന്നെ ഇവൻ സമയത്തെ പൊളിച്ചുകൊണ്ടാണ്. Oh, the very first ministry of Christ, he removes the bondage of time. എത്ര പേർക്ക് മനസ്സിലാവും? Hallelujah. Yes, Lord. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, Praise you, Father. Yes, Lord. ഒരു ഡെഡ് ബോഡി ഉയർപ്പിച്ചിരുന്നെങ്കിൽ, I thought if Jesus would have raised a dead man's body, അതായിരുന്നു അവൻ ചെയ്ത ഫസ്റ്റ് അത്ഭുതമെങ്കിൽ, if that was the very first miracle that Jesus did, കുറച്ചും കൂടെ ജനം ഇവനെ അക്സെപ്റ്റ് ചെയ്തേനെ. maybe a greater group of people would have accepted and believed in him. Yes, Lord. Praise you, Father. Praise you, Lord. ഒരു കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുത്തായിരുന്നു ഇവൻ ചെയ്ത ശുശ്രൂഷയുടെ ആരംഭമെങ്കിൽ, If the very beginning of his ministry was giving sight to a blind man, കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിരുന്നായിരിക്കും. maybe he would have been a more popular figure. Praise the Lord. Glory. പക്ഷേ യേശു ഇതിനൊന്നും മെനക്കെട്ടില്ല. But Jesus did not waste any time with any of these things. Hallelujah. Shokoria ഞാൻ പോലും പ്രസംഗിച്ചിട്ടുണ്ട്. ഇവരെ നിന്ന മാറ്റാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്തത്. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. I have once preached that this was to remove the shame of that house. I have said. പക്ഷേ ഈ ഭാഗം പഠിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിന്റെ അടുത്ത് മറിയ വന്ന് തന്റെ കാര്യം ബോധിപ്പിക്കുമ്പോൾ താൻ പറയുകയാണ്, എന്റെ സമയമായിട്ടില്ല. But what we see is as Mary is coming to Jesus and saying that, hey, this is the need, Jesus says to her, my hour has not come yet. മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നവനല്ല യേശു. Jesus is not someone who wastes time or delays things. അവിടെ ഒരു ലാക്ക് ഉണ്ടെന്ന് യേശുക്രിസ്തുവിന് ആത്മാവിൽ മുന്നമേ പിടുത്തം കിട്ടിയ കാര്യമാണ്. Jesus recognized in the spirit that there is going to be a lack in this home. ആ കുടുംബം നിന്ദിതരാകാൻ പോകുന്നുവെന്ന് യേശുക്രിസ്തുവിന് മുന്നമേ അറിയാവുന്ന കാര്യമാണ്. Jesus knew beforehand that this family was going to be under a shame if this happened. എന്നിട്ടും ആ ദൈവപ്രവൃത്തിക്കുള്ള സമയത്തിന് ദൈവം ആദ്യം ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. But even that, knowing that Jesus gives a delay in that. എന്റെ സമയമായിട്ടില്ലെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, തന്റെ അകത്ത് ഈ ഒരു അത്ഭുതം നടക്കണമെന്നുള്ള പ്ലാൻ പോലും ഉണ്ടായിരുന്നിരിക്കത്തില്ല. Maybe Jesus did not even have a plan to do this miracle when he says my hour has not come yet. Hallelujah. പക്ഷേ യേശുവിന് ഒന്ന് മനസ്സിലായി. But Jesus recognized one thing. ഇവിടെ ഞാൻ സമയത്തെ പൊട്ടിച്ചാൽ, if I break the bondage of time in this place. Hallelujah, എനിക്ക് ശേഷം വരുന്നവർക്ക്, but the ones that come after me, yes, സമയത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുമെന്നൊരു Hallelujah. Hallelujah. The ones that come after me are able to exercise their authority over time. ഈ കാനാവിലെ പ്രതിസന്ധിയുടെ പിന്നിൽ കിടന്ന റീസൺ എന്ന് പറയുന്നത് സമയബന്ധിതമായ ഒരു കെട്ടായിരുന്നു. Oh, the bondage that was behind this house in Canaan was the bondage of time. Yes. ഞാൻ ഈ ദൂത് പറയുമ്പോൾ എനിക്ക് ആത്മാവിൽ നല്ല ബോധ്യമുണ്ട്. ഹല്ലേലൂയ. സമയബന്ധിതമായി എവിടെയെങ്കിലും നീ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ബന്ധനത്തെ പൊട്ടിക്കുകയാണ്. Oh, if you are staying behind under that curse of the bondage of time, the Holy Spirit is breaking it at this moment. മുന്തിരി ചതച്ച് മുന്തിരിച്ചാറ് വീഞ്ഞാകണമെങ്കിൽ ഒരു സമയത്തിന്റെ ഹല്ലേലൂയ ഒരു പ്രതിസന്ധി കടക്കേണ്ടത് ആവശ്യമാണ്. If grapes have to become wine, there has to be a time that passes. പക്ഷേ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. യഹൂദന്മാരുടെ വിവാഹ ചടങ്ങുകളിൽ അവർ സൽക്കാരത്തിന് ഉപയോഗിക്കുന്ന വീഞ്ഞ് ഏറ്റവും വീര്യം കൂടിയതായിരിക്കും. The Jewish people, when they celebrate their weddings, the wine is the strongest wine that they can find. കുറഞ്ഞത് ഒരു 10 വർഷമെങ്കിലും ഹല്ലേലൂയ ഇരുന്ന് ഹല്ലേലൂയ വീര്യം വെച്ച വീഞ്ഞായിരിക്കണം. It is a type of wine that has to ferment for at least 10 years before they serve it. Hallelujah. Glory.
Hallelujah. Glory. Yes, Lord. Baraka. അവിടെ യേശു എന്താ ചെയ്തേ? But what did Jesus do in that? കൽപാത്രം വിളിച്ചു. He called for the vessels to come and poured water into those vessels. വെള്ളത്തെ വീഞ്ഞാക്കി. He made the water into wine in that place. ഇങ്ങനെ വെറുതെ വായിച്ച് ഞാൻ കുറേ സമയം കളഞ്ഞു. Many times I would read through this and I would not really pay attention to the depth. വെളിപ്പാട് എൻ്റെ അകത്ത് തന്നു. But as the Spirit came and enlightened this passage to me, a revelation came. യേശു നിൽക്കുന്നത് കാനാവിലാണ് at present. He is standing in Cana in present. പക്ഷേ യേശുവിന്റെ കമാൻഡിൽ ഹോളി സ്പിരിറ്റ് 10 വർഷത്തിന് ശേഷം പോയി. Oh, but Jesus, after his command, the Holy Spirit transfers. 10 വർഷത്തിന് ശേഷം നടക്കേണ്ട നന്മയെ പ്രസന്റിൽ he sends the Spirit to a blessing that should be delayed 10 years, and he brings it into the present moment. 10 വർഷത്തിന് ശേഷം Glory, Lord, yes, Lord. ഇവൻ 10 വർഷങ്ങൾക്ക് ഇവൻ സമയത്തിനുള്ളിൽ സഞ്ചരിക്കുകയാണ്. Oh, he is traveling above the boundary of time, traveling 10 years and bringing into the present. അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞ് വായിച്ചുവിടാൻ എളുപ്പമാണ്. I was reading miracle, miracle, miracle. പക്ഷേ ഇതിന്റെ അകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ ആണ് ഞാൻ പറയുന്നത്. But I'm talking about the transaction that is taking place inside him. വർഷങ്ങൾക്ക് ശേഷം നടക്കാനുള്ളതിനെ നിന്റെ മുൻപിൽ തിരിച്ചു കൊണ്ടുവരുന്നതാണ് നിന്റെ സമയം. Oh, the time of Jesus is something that takes something that is way in advance and brings it into the present moment. ജനത്തെ അളക്കാൻ വേണ്ടി പറയുന്നു വിചാരിക്കരുത്. Do not think that I'm saying this just to make you act a certain way. കാരണം യേശു വിളമ്പി കൊടുത്തത് വീഞ്ഞിന്റെ രുചിയുള്ള വെള്ളമല്ല. Oh, the type of wine that Jesus served. സാക്ഷാൽ വീഞ്ഞാണ്. Oh, he is truly the true wine. വിരുന്നുവാഴി ചോദിക്കുക ഇതെവിടെയായിരുന്നു? Oh, the wine master asks, where has this been? ഞാനിപ്പോ പറഞ്ഞ ദൂതന്റെ ഗ്രേഡ് കൂട്ടിയാണെന്ന് പറയാം. Oh, I'm going to add more to this and share. 10 വർഷമാണ് ഹല്ലേലൂയ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് ഹല്ലേലൂയ ഈ വീഞ്ഞിന്റെ പഴക്കം നിർണ്ണയിക്കുന്നത്. We approximate the age of this wine as at least 10 years. പക്ഷേ യേശുവിന്റെ വീഞ്ഞ് കുടിച്ചപ്പോൾ വിരുന്നുകാരി ചോദിക്കും ഇതെവിടെയായിരുന്നു? But when the people who were drinking the wine that Jesus made, ടേസ്റ്റ് ഉള്ളത് അതായത് കുറച്ച് വർഷം കൂടെ യേശു മുന്നോട്ട് പോയി. Oh, but this wine has been even further taken forward. യേശു 10ന് പകരം 20 പോയി കാണും. Oh, instead of 10 Jesus might have gone 20. പ്രസന്റിൽ ഇതിനെ വലിച്ചു കൊണ്ടുവരിക. Oh, he is bringing it into the present moment. How many people recognize the depth of that? നീ ഒന്നായിരിക്കും ചോദിക്കുന്നത്. You might be asking for one thing. നിന്റെ ആവശ്യം ലഘുവായിരിക്കാം. Oh, your need might be very small. പക്ഷേ അസാധ്യങ്ങളുടെ മണ്ടയിൽ ദൈവം നിന്റെ മേൽ സ്വർഗ്ഗം തുറന്നാൽ, but if the extraordinary work of heaven opens over your life, ഏറ്റവും കുറഞ്ഞത് സ്വർഗ്ഗത്തിൽ ദൂതന്മാരെ കഴിക്കുന്നതെങ്കിലും നിനക്ക് തന്നിരിക്കും. Oh, he will at least give you what heaven's angels delight in. ആവശ്യം ഭക്ഷണം വിശപ്പടക്കാൻ എന്തെങ്കിലും ഒരു ഭക്ഷണമാണ്. The hunger of the people are satisfied by any bread. പക്ഷേ ദൈവം പറയും അതുകൊണ്ട് ഞാൻ ഒതുക്കത്തില്ല, നീ മന്ന കഴിച്ചാൽ മതി. Hallelujah, but that will not satisfy my people. You must experience manna. Oh, the people saw manna and left. അതാ ദൈവത്തിന്റെ സ്നേഹം. Oh, that is the love of God. Yes, Lord. Hallelujah. 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 Praise you, Father. Praise you, Father. Yes, Lord. എന്നെ ഭയങ്കരമായിട്ട് ചലിപ്പിച്ചു യേശുവിന്റെ ഒറ്റ കമാൻഡിൽ. Oh, at the one command of Jesus. മേ ബി യേശു പറഞ്ഞത് 2-3 സെക്കൻഡിന് ശേഷം ഇവർ ഈ പാത്രത്തിലേക്ക് ജഗ് മുക്കി കാണും. Oh, maybe after 10 or seconds or so after Jesus commanded this, they dipped their jugs into the bowl. ഈ 10 സെക്കൻഡിന്റെ ആത്മാവ് എവിടം വരെ പോയി? Oh, within this 10 seconds, imagine how far the Spirit has traveled. ഹല്ലേലൂയ. ഈ ചിലതിനെയൊക്കെ ഹല്ലേലൂയ Glory. ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരത്തില്ലേ, അതുപോലെ ആത്മാവ് ചിലതിനെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും. Hallelujah. Just as some people are arrested and brought, ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആത്മാവിലേക്ക് ബോധ്യം തരുന്നത് ഇങ്ങനെയാണ്. Glory, glory, glory. സഭയ്ക്കകത്തോട്ട് ചിലതിനെയൊക്കെ പരിശുദ്ധാത്മാവ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും. Glory, glory. അറസ്റ്റ് Hallelujah. Oh, in the same way the Spirit is arresting some and bringing them into the house of God. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആത്മാവിന് കൊണ്ടുവന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല, പരിശുദ്ധാത്മാവ് ചെയ്തു എന്ന നിലവാരത്തിൽ. ഹൃദയം തുറന്ന ചില ആത്മാക്കളെ ഒന്ന് വെൽക്കം ചെയ്താട്ടെ. സ്വർഗത്തിന്റെ കോടതിയിൽ ചില വ്യക്തി ജീവിതങ്ങൾ ദൈവം മുമ്പാകെ നിൽക്കുകയാണ്. സ്വർഗത്തിന്റെ കോടതി വിധിക്കുന്നു, ഇവർ ഇന്ന
സമയം ഇന്ന സമയം ഇന്ന സമയം ഇന്ന സമയം Hallelujah. Hallelujah. Praise you, Father. Glory to God. Yes, Lord. Yes, Lord. Yes, Lord. Praise you, Father. Yes, Jesus. Glory to God. Yes, Lord. പ്രിയ സഹോദരന്റെ വരവിനെ ഞാൻ അടയാളമായിട്ട് എടുക്കുകയാണ്. Oh, this word is a sign for us. Glory. Glory, glory, glory. Yes, Lord. Yes, Father. Yes, Lord. അവൻ സമയങ്ങൾക്ക് മീതെ വസിക്കുന്നവനാണ്. Oh, he is one who dwells above the boundary of time. Yes, Hallelujah. Yes, Lord. Hallelujah. കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടുന്ന നന്മകളുടെ കാലതാമസത്തിനെ പരിശുദ്ധാത്മാവ് റെസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. The delay of some blessings that you should experience, the Holy Spirit is arresting and bringing it into today. മണ്ഡലങ്ങൾ അത് ഇപ്പോൾ ചലിക്കുന്നുണ്ട്. Oh, there are some realms of the Spirit that are opening and moving in this place. Oh, there are some spiritual realms that are coming open. ഒരു glorious timeലേക്ക് വെൽക്കം ചെയ്യുകയാണ്. Oh, the church is being invited to an open glory stage. Yes. സാക്ഷാൽ അക്ഷരാർത്ഥത്തിൽ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് നീ പറയത്തക്ക നിലവാരത്തിൽ. In a way that you will question in your own heart, how did this very thing happen? Glorious timeലേക്ക് പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യുകയാണ്. Oh, the Father is inviting or allowing you to enter into a glory. കാരണം അവന്റെ പേര് ആൽഫ എന്നാണ്. Oh, that's because his name is Alpha. അവൻ സമയത്തിന് മുന്നമേ ഉള്ളവനാണ്. He existed before time. അവന്റെ പേര് ഒമേഗ എന്നാണ്. Oh, his name is also Omega. സമയം full stop ഇട്ടതിനു ശേഷം അവന്റെ നാമമുണ്ട്. Oh, even after time has ended, his name still continues. സമയത്തിന് തൊടുവാൻ കഴിയാത്തവനാണ്. Hallelujah. Time cannot control. സമയത്തിന് ഒതുക്കുവാൻ കഴിയാത്തവനാണ് ദൈവം. Oh, my Lord is someone who is not abiding under the time. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. Oh, one confidence I have as I declare this. അടുത്ത നിമിഷം ദൈവമക്കൾ സമയത്തെ തൊടാൻ പോവുകയാണ്. Oh, the next church is going to touch the boundary of time. You are going to touch time. Yes. സമയത്തിന്റെ ഒരു പ്രതലം നിങ്ങളുടെ മേൽ അപ്പടാകാൻ പോവുകയാണ്. Oh, you are going to catch. നിങ്ങൾ ചിലത് കൽപ്പിക്കൂ. You will declare something. ആത്മാവ് സമയങ്ങൾക്കപ്പുറം നിന്ന് ചിലതിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. The Spirit will travel and bring some in the forward into the present. ക്ലോക്കിന്റെ സൂചിക്ക് നിർണ്ണയിക്കുവാൻ കഴിയാത്ത ഒരു തലമുറ ഇതിന്റെ അകത്ത് നിന്ന് ചലിക്കുകയാണ്. Oh, a move that the time cannot control is happening in this. ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് സ്തുതി കൊടുത്താട്ടെ. അടിബല ഖുറബല ഹുദലബ റബല Ada riba laba 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 shana rika laba shauda gaga 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 atabanam ragabanam 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 ragabanam. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പഴയ നിയമത്തിൽ പ്രവാചകൻ പ്രവചിച്ചത് യേശു ചുരുളെടുത്ത് സഭയ്ക്കകത്ത് വായിക്കുന്നുണ്ട്. In Luke chapter 4 verses 17 through 19 we see that Jesus opens and shares the ministry that the prophets before him had said he would do. Hallelujah. അടുത്ത വാക്യം വായിച്ചേ. Hallelujah. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ The Spirit of the Lord is upon me. Hallelujah. Yes. ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതല്, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാരെ വിടുവിക്കാൻ, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ തന്നെ അയച്ചിരിക്കുന്നു. പക്ഷെ യേശു ഇതൊന്നും അല്ല ആദ്യം ചെയ്തത്. We see all these things that the ministry of Christ is to do, but Jesus did not do any of these things. യേശു സമയത്തെ പൊട്ടിച്ചു ആദ്യമേ. The first time he did was he removed that boundary of time. വെളിപ്പെടുന്നതിന് മുന്നമേ യേശു ചെയ്ത ശുശ്രൂഷ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ യേശുവിന് ഒന്നും മനസ്സിലായി. Hallelujah. സമയം ചെറുതിനെ ഒതുക്കി പിടിക്കുന്നുണ്ട്. Hallelujah. Before Jesus entered into the fullness of that ministry, he recognized that the time is holding some people captive. Hallelujah. ഈ ദൂത് വെളിപ്പെടുന്നതിന് മുമ്പേ ഇതിന്റെ മുമ്പിൽ ഇതിലേക്ക് വിടാതെ ശത്രു മറച്ചു വെച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തെ യേശുവിനെ പൊട്ടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. Oh, Jesus needed to remove a barrier that the enemy placed before the fullness of this ministry was revealed, and that was the bondage of time. Hallelujah. അവൻ സമയത്തെ പൊട്ടിച്ചു. He broke the boundary of the bondage of time. Hallelujah. Hallelujah. യേശുവിന്റെ ശുശ്രൂഷ വിശാലമായി തുറക്കാൻ കഴിഞ്ഞു. The ministry of Jesus became wide open. Hallelujah. Yes, Lord. ഒരു കാര്യം പറയാം, ഒരു പ്രവാചകനും ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടില്ല. Oh, no other prophet has really prophesied about this. Hallelujah. Glory.
Hallelujah. Yes, Lord. Praise you, Father. ദൈവം നിങ്ങളുടെ മുമ്പിൽ തന്റെ ഹൃദയം തുറക്കാൻ പോവുകയാണ്. Heaven is going to open the Father's heart in front of you. ഭാഷ പറഞ്ഞാൽ എവിടെ ആപ്പ് വെക്കണമെന്ന് പറഞ്ഞു തരുന്നത് പോലെ, എവിടെ അടിക്കണമെന്ന് പറഞ്ഞു തരുന്ന പോലെ, എവിടെ എറിയണമെന്ന് പറഞ്ഞു തരുന്നത് പോലെ. Hallelujah. Glory, glory. Where you should throw, where you should stand, that's where he's going to. പ്രാർത്ഥനാ മുറിയിൽ ഇന്നു മുതലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിങ്ങൾക്ക് ചില ഗൈഡൻസ് തരാൻ പോവുകയാണ്. Hallelujah. In your prayer rooms the Father is going to reveal some specific places. മഹത്വത്തിന്റെ ദൂത് പറയുന്ന സഭയാണ്. Oh, we are a church that declares the glory message. എന്നാൽ ഈ മഹത്വം വെളിപ്പെടുന്നതിന് മുന്നമേ ഏത് മേഖലയ്ക്കാണോ ദൈവത്തിന് ഹല്ലേലൂയ പ്രവർത്തിക്കാനുള്ളത്, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിനക്കത് വെളിപ്പെടുത്തി തരും. Oh, but as the church is moving into glory and there are some barriers that stand against it, the Holy Spirit will reveal it to you in your prayer room so that he can remove those barriers. Oh, hallelujah. Glory. Yes, Lord. Hallelujah. Hallelujah. Yes, Lord. Praise you, Father. Yes, Lord. നമുക്ക് ഈ മന്ത്രവാദികളെ കുറിച്ചൊക്കെ അറിയാം. We know about those who do witchcraft. അവർ ഈ സമയമായിട്ട് ഭയങ്കര ലോക്ക്ഡ് ആണ്. Oh, they are very much blocked and contained in the boundaries of time. Hallelujah. ഒരു വ്യക്തിക്കെതിരെ ഒരു മന്ത്രവാദം ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് ഇയാൾ ജനിച്ച സമയം, ഹല്ലേലൂയ, ഏത് നക്ഷത്രം, ഇതെല്ലാം അറിയണം. A person, in order to curse another person, the person who's doing witchcraft needs to know many details about where he was born, what time it was, and those kind of things. അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്നവർക്കറിയാം, അവർക്ക് പൂജയൊക്കെ ചെയ്യണമെങ്കിൽ ജനന സമയം നിർബന്ധമാണ്. Those who do certain type of practices in the temple place, they need to know certain laws. കാരണം ഇവർ ടൈം ബൗണ്ട് ആണ്. They are bound by the constraint of time. ഈ സമയത്തിന്റെ മുകളിൽ വ്യാപരിക്കുന്ന ഒരു അദൃശ്യ പൈശാചിക മണ്ഡലമുണ്ടെന്ന് ഇവർക്കറിയാം. They know that there is a demonic realm that is keeping them contained in that boundary of time. എന്നാൽ അതിനെയാണ് യേശു നമുക്ക് പൊട്ടിച്ചു വിട്ടത്. But that is the very area that the Lord Jesus removed from us. ഈ മഹത്വത്തിന്റെ ടേസ്റ്റ് അറിഞ്ഞവനെ പിശാചിനെ തൊടാൻ പറ്റാത്തതിന്റെ മെയിൻ സംഭവം തന്നെ അതാണ്. This is why that the devil cannot touch this area. Glory. ഇവൻ മഹത്വത്തിലായതാണ്, അതായത് ഇവൻ സമയത്തിന് അതീതമാണ്. We see that Jesus traveled outside the boundary of time in a level of യേശു glory. പൊട്ടിച്ചതുകൊണ്ട് ഹല്ലേലൂയ, ഞങ്ങളുടെ പറഞ്ഞ ആ ദൂത് ഇന്നും ഓപ്പൺ ആയി കിടക്കുകയാണ്. Oh, just because Jesus removed that door outside of the boundary of time remains open for the church. സമയത്തിന്റെ ബൗണ്ടറി കാനാവിൽ യേശു പൊട്ടിച്ചതാണ്. Hallelujah. The boundary of time that Jesus broke in the wedding at Cana. യേശു പൊട്ടിച്ചാൽ പൊട്ടിച്ചതാ. And if Jesus has broken it, it remains broken. യേശു ഒരു കാര്യത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ഇട്ടതാ. If Jesus has commanded an end to something, it surely is ended. In the name of Jesus. ഇനി നിങ്ങൾ പറയരുത് എന്റെ സമയം നഷ്ടപ്പെട്ടു പോയി. Oh, you should no longer say I've lost time. Yes, Lord. കാനാവിലെ ദൂത് ഇന്നും ഓപ്പൺ ആണ്. Because that Canaan, the message at Canaan is still open to us. Hallelujah. യേശു കാനാവിൽ ചിലതിനൊക്കെ റിസ്റ്റോർ ചെയ്തു. Oh, just as Jesus restored some things in Canaan. അവൻ സമയത്തെ റിസ്റ്റോർ ചെയ്യുന്ന ഒരു പകലാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? How many people recognize today is an afternoon that he has restored time in this place? റിസ്റ്റോർ ചെയ്യുകയാണ്. Oh, the Holy Spirit is restoring some things. Hallelujah. ദൂതായിട്ട് പറ, ദൂതായിട്ട് പറ. ദൂതായിട്ട് പറ. Declare it as a message to yourself. പരിശുദ്ധാത്മാവ് സമയത്തെ റിസ്റ്റോർ ചെയ്യുകയാണ്. The Holy Spirit is restoring a redeeming time in your life. Declare it, declare it, declare it. Declare it, declare it. Yes. Oh, declare it. Prophesy to one another. Prophesy to one another. Prophesy to one another. Yes. Restoring time, restoring time, restoring time. Yes, Lord. Oh, hallelujah. Yes, Lord. Hallelujah. Praise you, Father. Glorious time ന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞതാണ്. ഹല്ലേലൂയ, പിശാചിന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. What we also see about that glorious time is the enemy has no entry or access to it. Hallelujah. Yes, Lord. Praise you, Father. യേശു ഓപ്പൺ ആക്കിയിട്ട് ദൂതിൽ നമ്മൾ ഇന്ന് ചലിക്കാൻ ആരംഭിക്കുകയാണ്. Oh, we are starting to move in that open heaven's message to us. Yes, Hallelujah. Lord. Praise you, Father. Yes, Lord. Hallelujah. Yes, Lord. Hallelujah. 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 Praise you. ഈ വചനത്തിലെ അത്ഭുതങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വെറും അത്ഭുതങ്ങളായിട്ട് പഠിക്കാം, വായിക്കാം, എഴുതാം, പ്രസംഗിക്കാം. We can maybe read through these scriptures and say these miracles. We can study it. We can understand it. ഇല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യാം.
Oh, but otherwise we can also do these same ഇല്ലെങ്കിൽ ഇതിൽ miracles. നമുക്ക് ജീവിക്കാം. Or otherwise we can live in these miracles. ഇന്ന് സമയം ബന്ധിതമായിട്ടുള്ളത് നിങ്ങൾക്ക് വെറും ഒരു ദൂത് മാത്രമാണോ? Is this message that you live outside the boundary of time just a message? അതോ അടുത്ത നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ കാറ്റാണോ? Or is it something that completely transforms your life in the moment that you hear it? തീരുമാനം നിങ്ങളുടേതാണ്. Or the choice remains with you. തീരുമാനം നിങ്ങളുടേതാണ്. The choice remains with you. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായി. The people that were traveling with Jesus recognized. ഹല്ലേലൂയ. ഇന്നലെ ജെയ്സൺ തൊട്ടൊരു ഭാഗമാണ്. ഹല്ലേലൂയ. Hallelujah. Yesterday Jason touched on this. യേശുക്രിസ്തു പ്രസംഗിക്കുമ്പോൾ ഇവന്റെ പ്രസംഗം കേൾക്കുവാൻ ജനമെത്തി. As Jesus was preaching, the people gathered to hear what he has to say. സമയം പോയത് ഇവർ അറിഞ്ഞില്ല. They did not recognize that time has gone by. മണിക്കൂറുകളും ദിവസങ്ങളും മുന്നോട്ട് പോയി. Days and hours and time has passed. യേശുക്രിസ്തു ഹല്ലേലൂയ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഹല്ലേലൂയ ഈ ഒരു മൂവിനെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. Jesus, in order to feed these hungry people, he ended his message there. ഇവർക്ക് വിശന്നില്ല. But we see that these people did not become hungry. കാരണം യേശു ഇരുന്ന സെയിം പ്രതലത്തിലേക്ക് ഇവർ ആത്മാവിൽ കയറി. Because the same realm of glory that Jesus was sitting in, the people entered into that very same realm. യേശുവിന്റെ സമയത്തിലേക്ക് ഇവരും കയറി. The people also entered into the same time that Jesus was sitting. ദൂത് പറയാം. I will share a message like this. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഈ വെളിപ്പാടോടെ പ്രാർത്ഥിക്കുക. When you pray with this revelation. നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ വെക്കുന്നത് മഹത്വത്തിന്റെ തലത്തിലാണ്. You are placing your needs into the realm of glory. നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ വെക്കുന്നത് യേശുവിന്റെ സമയത്താണ്. You are placing your needs at the time of Jesus. നിങ്ങളുടെ പ്രാർത്ഥന സംഭവിക്കുന്നത് യേശുവിന്റെ ടൈമിംഗിലാണ്. Your prayer is happening in the time of Jesus. ഹല്ലേലൂയ. അതുകൊണ്ട് കാലതാമസമോ മറ്റൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. യേശു പറയും ഇതാകുന്നു എൻ്റെ സമയം. So you do not need to know about the delays that are happening, because Jesus says this is my time. ഈ കാലതാമസം നിങ്ങളെ ബാധിക്കത്തുമില്ല. You know what? Another thing is that the delays will not have an effect on you. ആത്മാവിൽ ഒരുവൻ അത് പിടികിട്ടിയാൽ ഇത് ദൈവത്തിന്റെ സമയത്ത് നടക്കുമെന്നുള്ള പിടി നിനക്കുണ്ടെങ്കിൽ. Hallelujah. If you have an understanding in your own heart, that the time of the Lord this will come to pass. ചിലതൊക്കെ ജീവിതത്തിൽ ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ നീ വിഷമിക്കത്തില്ല. You will not be upset when some things are delayed in your life. യേശു പറയുകയാണ് അത് യേശുവിന്റെ സമയത്ത് അവൻ കൈകാര്യം ചെയ്യും. Jesus declares that at the appointed time he will bring an answer to the situation. Hallelujah. Yes, Lord, praise you. ഒരു കാര്യം സംഭവിക്കാൻ ഡിലേ ആകുമ്പോൾ നമുക്ക് വിഷമം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേദന വരികയാണെങ്കിൽ ഹല്ലേലൂയ അതിനെ അപ്പം തന്നെ ക്ലെയിം ചെയ്തോണം. When we expect something to happen and there is a delay and it brings sorrow in our heart, you must bind that immediately. ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഡിലേ ആകുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ if some things are delayed and you don't have upset or you're not upset about it, നിങ്ങൾ ഓൾറെഡി ദൈവം വെച്ചിരിക്കുന്ന സമയത്തേക്ക് കയറി കഴിഞ്ഞു. you have already entered into the realm of glory that Jesus has opened. എത്ര പേർക്ക് ദൂതന്റെ Hallelujah, glory. Yes, Lord. Hallelujah. Yes, Lord. Yes, Lord. ചിലത് സംഭവിക്കാൻ ഡിലേ ആകുന്നുണ്ടപ്പോൾ Hallelujah. നിങ്ങൾ ദൈവം വെച്ചിരിക്കുന്ന ആ ഡെസ്റ്റിനിയിൽ ദൈവത്തിന്റെ കൂടെ കയറി കഴിഞ്ഞു. If you do not become upset or irritated or murmur. യേശുക്രിസ്തു ഭക്ഷണം കൊടുക്കുന്നോണം വരെ ജനത്തിന് വിശന്നില്ല. Until the time that Jesus finished, the crowd was not hungry. ഭക്ഷണം അവർക്ക് ആവശ്യമായിരുന്നു. ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. They were a hungry people because they hadn't eaten for many days. വെള്ളമൊക്കെ ആവശ്യമായിരുന്നു. അവർ ഒന്നും ചെയ്തിട്ടില്ല. They needed water, but they were not thirsty. Yes. പക്ഷേ അവർ അത് മൈൻഡ് ചെയ്ത് അവർക്കത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. But they could not even look or comprehend that. കാരണം യേശുവിന്റെ സമയത്തിന്റെ മേഘം ഇവരെ മൂടി കഴിഞ്ഞിരുന്നു. Because the time of the Lord, the time of Jesus Christ had covered them. Glory, glory. Yes, Lord. യേശുവിന്റെ സമയം ചിലതിന്റെ മേൽ ഇന്ന് ശക്തിയോടെ വെളിപ്പെടുകയാണ്. ഈ പകൽ പരിശുദ്ധാത്മാവിന്റെ സമയം ചില ജീവിതങ്ങളുടെ മേൽ ശക്തിയോടെ വെളിപ്പെടുകയാണ്. The time of the Father is being revealed upon the lives of some who are sitting here today. Praise you, Father. There is another side to this message. യേശുക്രിസ്തുവിന്റെ ശബ്ദം ഈ ജനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. People were receiving and hearing the voice of Jesus. Hallelujah. Yes, Lord. സുവിശേഷത്തിന്റെ സമയങ്ങളെ പൊട്ടിക്കാൻ കഴിയും. Hallelujah. He can
സുവിശേഷത്തിന് the gospel, സമയത്തെ പൊട്ടിക്കാൻ കഴിയും. oh, has the power to remove the bondage of time. യേശുവിന്റെ ശബ്ദത്തിന് Oh, the voice of Jesus സമയങ്ങളെ പൊട്ടിക്കാൻ കഴിയും. can break the boundary of time. Yes. യേശുവിന്റെ പ്രസംഗത്തിന് പോലും Oh, when Jesus is being preached. ചിലത് താമസിക്കുകയോ ചിലത് ഇല്ലാതെ വരികയോ മുട്ട് വരികയാണെങ്കിൽ ഈ വചനത്തെ അതിന്റെ മേൽ എറിയ. Hallelujah. If ഈ something's വചനത്തെ ആ സിറ്റുവേഷനിലോട്ട് നീ എറിയ. Hallelujah. This word is being cast into the situations where there might be a delay that's happened. Oh, it is the breath of Jesus. യേശുവിന്റെ ശ്വാസത്തിന് സമയങ്ങളെ പൊട്ടിക്കാൻ കഴിയും. Oh, the breath of Jesus can break that boundary of time. സമയം കൊണ്ട് നിന്നെ ബന്ധിക്കുമെന്ന് ശത്രു പറഞ്ഞപ്പോ, when the devil said he will put you in captivity to time, സമയം കഴിഞ്ഞുവെന്ന് ശത്രു പറഞ്ഞപ്പോ, when the devil says your time is over, നിന്നെ കൊണ്ട് ഇനി പ്രയോജനമില്ലെന്ന് ശത്രു പറഞ്ഞപ്പോ, when devil says that you have no use for your ഈ life, പ്രായത്തിൽ എന്നാ നടക്കാനാണെന്ന് നിന്റെ അകത്ത് ശത്രു ഒരു ബോധ്യം തന്നപ്പോ, when the devil may have questioned, oh, this should have been done in the past in my life, പരിശുദ്ധാത്മാവ് ഈ പകൽ ആ ദൂതുകളെ പൊളിച്ചെഴുതുകയാണ്. oh, the Holy Spirit is removing that message and that thought completely from you. ആത്മാവിൽ ഇങ്ങനെ പറയാമോ? Can you say in the spirit? എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറ. Oh, say yourself something like claim something. ചിലതിനൊക്കെ പരിശുദ്ധാത്മാവിൽ ചെയ്യാൻ എന്നെ കൂടിയേ കഴിയൂ എന്ന് പറ. Say that only through me is the Father going to. അവൈലബിൾ ആയി കൊടുത്താൽ, if you give yourself up to the will of the Lord like that, ദൈവത്തിന്റെ ഹിതം നിന്നെ പാസ് ചെയ്തു പോകത്തില്ല. the will of God will not go past you. അവൻ നിന്നെ ഉപയോഗിച്ചിട്ടേ വടങ്ങൂ. He will surely use you. ഞാൻ പറഞ്ഞല്ലോ, അഗ്രസീവ് ആയിട്ട് ഈ ദൂതനെ പിടിച്ചോണം. You must become an aggressive ഈ ദൂതൻ type. നിന്നെ പാസ് ചെയ്തു പോകരുത്. Do not allow this message to go past you. ദൂതകൾ നിന്നെ പാസ് ചെയ്തു പോയി. Oh, there are many messages that passed ഈ you. ദൂതൻ നിന്നെ പാസ് ചെയ്തു പോകരുത്. Do not allow this truth to pass you. ഈ ദൂതനെ ശക്തിയോടെ കയറിപ്പിടിക്കുക. You must lay hold of this truth. പരിശുദ്ധാത്മാവേ, നീ എന്നെ ഉപയോഗിച്ചിട്ടല്ലാതെ, Oh, Holy Spirit, unless you use me. അങ്ങനെ തന്നെ പറ. ഈ ഉണർവിൽ എനിക്ക് അസാധാരണമായിട്ടുള്ള ഒരു പദവിയുണ്ടെന്ന് പറ. Say and declare that I have an extraordinary purpose as part of this revival. Yes, Lord. Dear brother, sister, പ്രിയ അപ്പനെ, അമ്മേ, dear father, mother, കുഞ്ഞുങ്ങളെ, children. ഹല്ലേലൂയ. Hallelujah. നീ ഇല്ലാതെ ഒരു അന്ത്യകാല ഉണർവില്ല. Oh, without you there is no end time നീ revival. ഇല്ലാതെ ഒരു ഉണർവില്ല. Oh, without you there is no end time നീ revival. ഇല്ലാതെ ഒരു ഉണർവ് ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. Heaven cannot conduct a revival without you. Yes, Lord. Yes. Shalabaraka pa 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 pa. Whoa, shana na 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 na. Receive. Leria ba 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 ba. Yes, 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 yes. ഈ തിരിച്ചറിവ് ഉണ്ടാകട്ടെ. കാരണം നീ SUN-ന്റെ കീഴിലല്ല, നീ SON-ന്റെ കയത്തിന്റെ അകത്താണ്. Oh, let this understanding fill your heart. Oh, you are not traveling under the SUN. നിങ്ങൾക്ക് കഴിയുമെങ്കിലും എഴുന്നേറ്റ് നിന്നാട്ടെ. Oh, for a few moments if you can stand up. ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. Oh, give him a shout of praise and worship. കരങ്ങളെ ചേർത്ത് അന്യ ഭാഷകളിൽ സ്തുതിച്ചാട്ടെ. Clap your hands and worship him in the spirit. ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഒരു വ്യക്തി പോലും മൗനമായിരിക്കാതെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. സമയത്തിന് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു സാധാരണ തലമുറ, an extraordinary generation who cannot hallelujah move that cannot be blocked by time. Oh, someone who is not captive to time. Yes, Lord. Oh, you are going to touch time. Yes. Oh, this afternoon you will declare. Oh, you are going to turn sometimes. Oh, you will turn it in your own lives. You will be able to do the very same for those around you. How many people understand this? Yes, Lord. Yes, Lord. ഭൂമിയുടെ കറക്കത്തിന്റെ സ്പീഡ് അനുസരിച്ച് സൂര്യന്റെയും ചന്ദ്രന്റെയും വരവിനെ നമുക്ക് അളക്കാൻ കഴിയും. We can measure the time of the sun and the moon according to the speed that the earth revolves. നിങ്ങൾ ഭൂമിയെ തിരിക്കും, but you will turn the world. Hallelujah. Upside down. Glory.
Glory, glory. Yes. Yes, Lord. Yes. നിങ്ങൾ സമയത്തെ തിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയെ തിരിക്കുമെന്നാ. Oh, because you will turn the world upside down. സയൻസിന്റെ സമയത്തെ പോലും തിരിക്കുവാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ സാന്നിധ്യത്തിലാണ്. Glory. 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 Glory, glory, ഈ ദൂത് പറയുമ്പോൾ ഞാൻ കാണുന്നൊരു വിഷയം എങ്ങനെയാണ്, ചില പഴയ വീഡിയോ കാസറ്റ് ഒക്കെ നമ്മൾ റീവൈൻഡ് അടിച്ചും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചും കാണുന്നത് പോലെ ഹല്ലേലൂയ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നതിന് നിന്റെ പ്രാർത്ഥന റൂമിൽ ഡീകോഡ് എടുക്കാൻ പോവുകയാണ്. Yes, Lord. ഒരു പ്രൊഫറ്റിക്കൽ ഡീകോഡ്. Yes, glory. Yes. Open, yes. Open. ഒരു പ്രൊഫറ്റിക്കൽ ഡീകോഡിംഗ്. Yes, Lord. A prophetic decoding before things come to pass will be revealed in your prayer rooms. Yes, Lord. അത് സംഭവിക്കും. Oh, that will come to pass in the... ഇന്ന് മുതൽ സംഭവിക്കുക. What is going to happen from this moment forward? Yes, hallelujah. Yes, എനിക്ക് വാക്ക് ഇഷ്ടപ്പെട്ടു. Oh, that word I'm clinging to. Prophetical decoding. A prophetic decoding. Prophetical decoding. A prophetic decoding. Hallelujah. സമയങ്ങൾക്ക് ശേഷം വെളിപ്പെടാനുള്ളതിനെ നീ നിന്റെ പ്രാർത്ഥനാ റൂമിൽ ഡീകോഡ് ചെയ്തെടുക്കുന്നു. Hallelujah. വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാനുള്ള ചിലതിനെ ആണ്ടുകൾക്ക് ശേഷം സംഭവിക്കാനുള്ളതിനെ നിന്റെ പ്രാർത്ഥന പ്രായയില് സ്വർഗത്തിൽ നിന്നും ഡീകോഡ് ചെയ്തെടുക്കുകയാണ്. Yes, Lord. Hallelujah. Praise you, Father. Yes, Lord. Amen. Yes, Lord. Praise you, ഞാൻ Father. ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ടിരിക്കാൻ ആഗ്രഹിക്കുക. I have one more portion I want to share and I'll sit. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. Matthew chapter 14, 22 to 27. Let's read it very quickly. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അടുത്ത വാക്യം, അവൻ പുരുഷാരത്തെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇടുക. അപ്പോൾ യേശു ഇരിക്കുന്ന സമയം വൈകുന്നേരമാണ്. We see that the time where Jesus was sitting alone was in the evening. അടുത്ത വാക്യം, the very next verse, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമായിട്ട് തിരകൾ വലിഞ്ഞു. അടുത്ത വാക്യം, മതി. ഹല്ലേലൂയ. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്റെ മേൽ നടന്നു. ഹല്ലേലൂയ. അടുക്കൽ വന്നു. We see in the 4th watch of the night Jesus went unto them walking on the sea. Hallelujah. Glory. ഈ നമ്മൾ ഹല്ലേലൂയ കാലങ്ങളെയും സമയങ്ങളെയും പകൽ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടുമ്പോൾ യഹൂദന്മാർ രാത്രി അടിസ്ഥാനത്തെയാണ് കണക്കുകൂട്ടുന്നത്. Many times we make calculations about day and night based upon the sun, but the Jewish scholars they make it upon based on the night. അവരുടെ 1-ാം യാമം തുടങ്ങുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട് വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയുള്ള സമയമാണ്. The first watch is according to them is between the hours of 6 and 9 in the evening. 9 മുതൽ 12 വരെ 2-ാം യാമം. 9 to 12 is the second watch. 12 മുതൽ 3 വരെ 3-ാം യാമം. 12 to 3 is the third watch. 3 മുതൽ 6 വരെ 4-ാം യാമം. The third through the 6th hour in the morning is the fourth watch. യേശുക്രിസ്തു മലയിൽ ഇരിക്കുന്നത് വൈകുന്നേരമാണ്. We see that Jesus was sitting in the evening on the mountain. എന്നാൽ 25-ാം വാക്യം പറയുന്നത് രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്റെ മേൽ നടന്നു വന്നു. And we see here that it was in the 4th watch of the night that Jesus makes an വൈകുന്നേര appearance. സമയം എന്ന് പറയുന്നത് ഏകദേശം 4 മണി 6 മണി 7 മണി approximate. Hallelujah. If we make an estimate of what evening is, maybe it's 4, 6 or 7. Hallelujah. Glory. Yes, Lord. 1-ാം യാമത്തിൽ കേറിയിട്ടില്ല, അതുകൊണ്ടാണ് വൈകുന്നേരം നമ്മൾ എഴുതിയിരിക്കുന്നത്. That's why they have not. 6 മണിക്ക് മുൻപാണ് യേശുക്രിസ്തു കേറിയത്. It doesn't say the first watch of the night, so we must guess that it's before that first watch. Hallelujah. നമുക്കൊരു 5 മണി അനുമാനിക്കാം. We can make an estimate, maybe it's 5 o'clock. 5 മണിക്ക് മലയിൽ ഇരിക്കുന്നവനെ ഹല്ലേലൂയ 4-ാം യാമം, അതായത് ഹല്ലേലൂയ 3 മണിക്ക് ശേഷം 3 മുതൽ രാവിലെ കാലത്തെ 3 മുതൽ 6 വരെയുള്ള മണിക്കൂറിൽ കടലിന്റെ മേൽ കാണുകയാണ്. We see that the person who's sitting on the mountain praying at 5 is now making an appearance on the water between the hours of 3 and 6. അത്രയും ദൂരം യേശുക്രിസ്തു ഒരു ഡിഫറെന്റ് മീഡിയത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. He is traveling with that during that time in a different area, in a different realm. ഈ ഭാഗം ശ്രദ്ധിച്ചെങ്കിൽ ഇതിന്റെ അകത്ത് ഇത് കിട്ടത്തുള്ളൂ. If you pay close attention, you will receive the mystery in this. ഈ 4-ാം യാമത്തെ യഹൂദന്മാർ വിളിക്കുന്ന അതിന് 3-4 ഹല്ലേലൂയ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഈ 4-ാം യാമത്തെ അവർ
ഒരു വല്ലാത്ത സമയമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. They consider it a bad time, this fourth watch of the night, the Jewish scholars. It's the most difficult time. He says that it's the most difficult time. രണ്ടാമത്തെ ഒരു വിഭാഗം പറയുന്നത് ടൈം ഓഫ് ലാസ്റ്റ് ബ്രെത്തിനെ കാണിക്കുന്ന ഒരു വാചകമാണ് ഫോർത്ത് വാച്ച് എന്നുള്ളത്. The fourth watch, they also say it's the time that a person takes his last breath. മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയെ നോക്കി he is in the fourth watch എന്ന് പറയും. They would look at a person who's about to die and say that he's in the fourth watch of his life. വേറൊരു വിഭാഗം ആൾക്കാർ പറയുന്നത് ടൈം ഓഫ് ലോസ്റ്റ് ഹോപ്പ് എന്നാണ്. Another description for this time is the time of lost hope. എന്നാൽ യേശു നടന്നു വരുന്നത് ഈ സമയത്താണ്. But what we see is that Jesus enters into the scene at that time. Hallelujah. Yes, Lord, praise you. അവർ പറഞ്ഞു ഭൂതമാണെന്ന് പറഞ്ഞു. The disciples said, "Hey, we see a ghost." കാരണം hallelujah അന്നത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഭൂതങ്ങളെ ആ സമയത്ത് വരത്തുള്ളൂ. ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. According to that time, what you should expect to see at that hour, the disciples were seeing is the ghost. യേശു പറയുകയാണ് സമയത്തിന്റെ മേലും കാലഘട്ടങ്ങളുടെ മേലും ഇനിമേൽ ഭൂതമല്ല കർത്തൃത്വം ചെയ്യുന്നത് സാക്ഷാൽ സമയത്തിന്റെ മേൽ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. യാഹ്വേയുടെ പുത്രനായ മശിഹ തന്നെ ഹല്ലേലൂയ സമയങ്ങളുടെ മേൽ കർത്തൃത്വം ചെയ്യുകയാണ്. Yes. Oh yes, Jesus is here. Oh, declaring that he is the one who holds the authority. It's not the demonic realm or anyone else that has that authority on that fourth watch, but it's him exercising his authority. നിങ്ങളുടെ ലൈഫിലെ evil timingനെ പരിശുദ്ധാത്മാവ് ഈ പകൽ ബ്രേക്ക് ചെയ്യുകയാണ്. Oh, the Lord is removing that time from our lives in this moment. നിങ്ങളുടെ ജീവിതങ്ങളിൽ ഭൂതങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തു വെച്ചിരുന്ന സമയങ്ങളെ പരിശുദ്ധാത്മാവ് ഭൂതങ്ങളെ മാറ്റി യേശുവിനെ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. Oh, the Holy Spirit is removing the set times you expect to see demonic things. The Lord is removing that and putting the presence of Christ in that place. യേശുവിനെ പരിശുദ്ധാത്മാവ് നാലാം യാമത്തിൽ പ്ലേസ് ചെയ്തു. The Holy Spirit places Jesus in the fourth watch of the night. ഇനിമേൽ സാത്താനല്ല നിന്റെ സമയങ്ങളെ വാഴേണ്ടത്. The Satan and the devil is not having any authority or rule over your time. യേശു വെള്ളത്തിന്റെ മേൽ നിൽക്കുകയാണ്. Oh, Jesus is standing above the waters. യാമങ്ങളുടെ മേൽ കർത്തൃത്വം വഹിക്കുകയാണ്. He is exercising his dominion over the waters. He is standing over the boundary of time. Oh, give him a clap of praise and worship him. Hallelujah. 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 പ്രശ്നങ്ങൾ നടക്കുന്ന സമയം രാത്രി സമയമാണ്. Oh, the time of most turmoils happen in the night hour. ഈ ദൂത് പറയും ഞാൻ വേഗത്തിൽ നിർത്തിക്കൊള്ളാം. നിർബന്ധിക്കുന്നുണ്ട് ഒരു ദൂത് പറയാം. Hallelujah. I'm sharing one more message and then I will take a seat. Hallelujah. Glory. ഈ നാലാം യാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹമാണ്. Oh, if you are able to stay awake in this fourth watch of the night and pray, it's a great blessing. കാരണം നാലാം യാമത്തിൽ യേശു Hallelujah, because it is in this fourth watch that Jesus will make his appearance in you. വൈകുന്നേരം അവൻ മലമേൽ ഇരിക്കുകയായിരുന്നു. Oh, in the evening hour he was sitting on the mountain. നാലാം യാമത്തിൽ അവൻ എഴുന്നേറ്റ് നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. But in the fourth watch of the night he has come down and stood in front of you. Yes, പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ഏറ്റവും ബ്ലെസ്ഡ് ആകും. Oh, it will be a great blessing if you are able to set that fourth watch for time of prayer. Hallelujah. Glory. Yes, Lord. Hallelujah. Hallelujah. Praise you. Praise you, Father. Praise you. Rumanianta Shukolia Rabasminanta Hebrekanianta Brihana. Yes, Lord. Yes, Lord. Reset times. Kramanianta. Humrania. Holy Spirit of God. Oh, upon this generation, Lord. Oh, you are breaking that boundary of time. ലോകത്തിന്റെ നിയമങ്ങളെ പൊട്ടിക്കുകയും Oh, you are removing the worldly rules. സമയങ്ങളെ പൊളിച്ചെഴുതുകയും ചെയ്തിരിക്കുകയാണ്. You are rewriting the times. Yes, Father. നീ സമയങ്ങളെ ഈ പകൽ ഈ ജനത്തിന്റെ മേൽ സമയങ്ങളുടെ മേൽ വ്യാപരിച്ചിരുന്ന ഡീമോണിക് റലത്തെ വെളിപ്പെടുത്തുകയും അതിനെ We thank you for breaking the demonic realm that was holding captive under the boundary of time. Yes, Father. Glory. Yes, Lord. Hallelujah. Yes. One more thing I will share. എനിക്ക് ലാസ്റ്റ് 2 വർഷം മുമ്പ് ഒരു ഫാസ്റ്റിങ്ങിന് ശേഷം ഞാനൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയം രാവിലെ സഭയിൽ വരുന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ദൈവാത്മാവ് എനിക്ക് തന്നു. When I was going through a difficult time after a time of fasting and I was in great need, the Holy Spirit gave me guidance to come and pray in the church. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ രാവിലെ കാലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ആ സമയത്ത് ഊബർ ഓടിക്കുന്ന സമയം, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോവുകയും വരികയും ചെയ്യുന്ന ആരും അങ്ങനെ അറിയാറില്ല.
No one really knew that I was coming or going, but very early in the morning I came and I came here to pray. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി പെട്ടെന്ന് ദൈവാത്മാവിന്റെ ഡെസ്റ്റിനേഷൻ മാറ്റി. Very quickly as I was traveling here, the Holy Spirit redirected me. ദൈവാത്മാവിനോട് പെട്ടെന്ന് പറയുന്നു സാൻഡി പോയിന്റിൽ ബീച്ചിൽ അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. The Holy Spirit directed me to Sandy Point Beach and asked me to pray in that ഞാൻ place. പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു പെട്ടെന്നാണ് ദൈവാത്മാവ് നിയോഗം തന്നത്. ഇവിടെ അടുക്കാറായപ്പോൾ ദൈവം നേരെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. I told Pastor that as soon as I almost entered this place is when the Holy Spirit redirected my അപ്പോൾ course. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. At that time the sun was just coming up. ഞാൻ നല്ല തണുപ്പാണ്. ഞാൻ എൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് ഞാൻ ആ ബീച്ചിൽ പോയിരുന്നു. It was a very cold time, and at that time I took my Bible and I sat on the beach. പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, Glory. ഹല്ലേലൂയ, ഒരു ഡീമോണിക് വർഷിപ്പ് ചെയ്യുന്ന വ്യക്തി ഹല്ലേലൂയ രാവിലെ എഴുന്നേറ്റ് ആ കടൽക്കരയിൽ വന്ന് അവരുടെ സംഭവങ്ങൾ ചെയ്യുകയാണ്. What I see is that a person who is in demonic activity is coming that morning and conducting his which type of practices. അത് കണ്ടപ്പോഴേ പരിശുദ്ധാത്മാവിന്റെ അകത്ത് വന്നു, നീ ഇതിനെയാണ് വെട്ടേണ്ടത്. Oh, the Holy Spirit gave me an understanding in this moment that this is what you have come to break. സാൻഡി പോയിന്റ് എവിടെയാണ്? അന്നപ്പോളിസിലാണ്. അന്നപ്പോളിസ് മേരിലാൻഡ് ക്യാപിറ്റലാണ്. ഹല്ലേലൂയ. ഒരു സ്റ്റേറ്റിനെ പോലും ഹല്ലേലൂയ വരുതിക്കുള്ളിൽ നിർത്തുന്ന ഒരു ഡീമോണിക് റലത്തെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ രാവിലെ എഴുന്നേറ്റ് അവരുടെ ദേവനെ പ്രസാദിപ്പിക്കുകയാണ്. What we see is the capital of Maryland is Annapolis, and in this place is where this type of evil practice was being done to bind the people in that area. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. How many people I don't know are recognizing this? ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ നാലാം യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്നാണ്. The very first thing I shared was in the fourth watch I said it's good practice for you to pray. അകത്തൊരു വചനഭാവം ഇങ്ങനെ മിന്നിപ്പോയി, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. Oh, but there is a word that comes and says that it is definitely dependent on me. ഇന്ന് സമയത്തെ ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് Hallelujah. Oh, not only breaking the boundary of time, oh, but leading into an extraordinary realm of a prayer life. ഈ ദൂത് പ്രസംഗിക്കാൻ വേണ്ടി ഇന്നലത്തെ മൂന്നാം യാമത്തിൽ ദൈവം എന്നെ ഉറക്കാതിരുത്തി. Oh, the Lord, in order to give birth to this message, kept me awake in the third watch of the night last night. എന്നോട് പറഞ്ഞു, നീ ഈ മൂന്നാം യാമം നീ കടക്കരുത്, ഹല്ലേലൂയ, നീ കടന്ന് ഉറങ്ങരുത്. The Holy Spirit said to me, do not lay or fall asleep in this third watch. ഹല്ലേലൂയ, നീ ചെയ്താൽ ഈ ദൂത് കേൾക്കുന്നവർ ഇത് ചെയ്യും. Because if you do this thing, the people who hear this message will be able to do the very same. ഞാൻ സഭയോട് ഒരു ദൂത് പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. I will share one last message and I will say, മൂന്നും നാലും യാമങ്ങൾ പ്രാർത്ഥനയ്ക്കായി സഭ വേർതിരിക്കട്ടെ. Oh, let the church set apart the third and fourth watch of the night for prayer. കാരണം മൂന്നിലും നാലിലും യേശു നിന്റെ അരികിൽ തന്നെയുണ്ട്. Because in the third and fourth watch of the night, Jesus is in your life. When the world is lying asleep, സാത്താൻ ഏറ്റവും കൂടുതൽ സാത്താന്യ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത്, when the devil is doing his greatest damage on earth, പടകിന്റെ അരികിൽ യേശു വന്ന് നിൽക്കുകയാണ്. Oh, the Lord Jesus is standing next to the boat of faith. 5 മണിക്ക് മലയുടെ മുകളിൽ കണ്ടവനെ 4 മണിക്ക് കടലിന്റെ മുകളിൽ കണ്ടു. The one who was praying on top of the mountain at the 5 p.m. was standing in front of the boat at 4. If you also stay awake in that fourth hour, oh, in the same way Jesus will make his appearance. Oh, he cannot remain on top of that mountain. Oh, in another way, glory will come and stand in your presence. Oh, the same glory Moses saw on top of the mountain. Oh, the same glory Moses saw in Horeb. Oh, the same glory appeared itself in front of the disciples. Do you recognize what time? Oh, the Holy Spirit is turning my message. Glory will come and stand before you in the fourth hour. അന്യഭാഷകളെ സ്തുതിച്ചാട്ടെ, ശക്തിയോടെ ശക്തിയോടെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ഒരു ബോധ്യത്തോടെ ഇതൊരു ഒരുക്കമാണെന്ന്. ചില 3-4 യാമങ്ങൾ ദൈവസന്നിധിയിൽ ചില വ്യക്തികൾ വേർതിരിക്കുന്നത് ശബന റിബല ഉടവ ഉടവ ഉടവ
Riba ba 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 ba. Shana na ma 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 sababa. Udala kala bala bala ba. Shandal kamana gadaga shasi. Uraba ka ba 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 ba. Shaktiyoda studichaatte. Yes, praise him. Praise him with all your strength. Oh, praise him without giving. Do not think how. Do not think how this will happen. The Holy Spirit is preparing you at this moment. Hallelujah. Hallelujah. Worship him, worship him, worship him. Yes. Yes, 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 yes. Break. Yes, everybody praise hallelujah. The boundary of Everybody time praise overthrown. hallelujah. Yes, Lord. Hallelujah. Break. Yes, Lord. Hallelujah. Break the Oh, boundary. hallelujah. Break the boundary of time. Oh, break the boundary of distance. Glorious time. Let's take control Let of the that. church- Let's praise him and worship. Oh, let praise, worship, arise. Hallelujah. Oh, ആരാധന ഉയരട്ടെ. Hallelujah. സമയത്തിന്റെ മേലെ സമയത്തെ പൊട്ടിച്ചുകൊണ്ട് ബൗണ്ടറികളെ പൊട്ടിച്ചുകൊണ്ട് Hallelujah. ആരാധന ഉയരട്ടെ. Hallelujah. ബൗണ്ടറികൾ പൊട്ടിക്കുന്നവരായി തീരട്ടെ. ബൗണ്ടറി പൊളിപ്പിക്കുന്നവരാകട്ടെ. Hallelujah. ഓ, നമ്മൾ തന്നെ കെട്ടിയ സമാധാനം എന്റെ കുടുംബത്തിൽ പോയെന്ന് പറഞ്ഞവര്, എന്റെ വർക്ക് പ്ലേസില് എന്റെ നന്മകള് സമയം പോയെന്ന് പറയുന്നവര് ഹല്ലേലൂയ, അവരെഴുന്നേറ്റ് സ്തുതിക്കട്ടെ, കൈ ഉയർത്തി സ്തുതിക്കട്ടെ. Let you raise your hands. Let you raise your hands. Not tomorrow, just now. Raise the hands and declare, oh, breakthrough in the time. ഓ, പഴയത് കുടിക്കുവാനല്ല, പുതിയ വീഞ്ഞുകൾ തരുവാനായിട്ട്. Let praise arise. Let your hands arise. Worship him. Hallelujah. ഓ, ആരാധിച്ചാട്ടെ. Let your praise rise. Hallelujah. Father, we worship you and adore you. സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറിയസ് ടൈം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ, സമയത്തിന് അതീതമായി വർക്ക് ചെയ്യുന്നവനെ, ആൽഫായവനെ, നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, ഞങ്ങളുടെ സഭയുടെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ, ഞങ്ങളുടെ ഈ ദേശത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ആൽഫായിരിക്കുന്നവരെ, ഞങ്ങളുടെ സമയം പോയിട്ടില്ല. ഹല്ലേലൂയ. സമയാതീതമായി വർക്ക് ചെയ്യുന്നവനെ, without boundaries, without limitations of time, we surrender ourselves to you. Let praise arise from each of our families. Let praise arise from this family. Let praise arise from the church. Hallelujah. സമയത്തെ വായിച്ചുകൊണ്ട്, കടലിനെയും കോളിനെയും ശാസിച്ചുകൊണ്ട് കടലിന്റെ മേൽ നടക്കുന്ന വിശ്വാസികളായി ഗ്ലോറിയസ് പ്രസൻസിൽ പോകട്ടെ. Hallelujah. We give you all the glory, Master. We give you all the praise and worship that's due to you, Master. To you alone the glory, Master. ഈ സമയത്തെ ഇന്നും പൊട്ടിയിരിക്കുന്നതിനായി സ്തോത്രം. ഗ്ലോറിയസ് ടൈമിൽ ഞങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഗ്ലോറിയസ് പ്രസൻസിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓ, ഓരോരുത്തരും ജീവിതത്തിൽ ഹല്ലേലൂയ, let it be manifested. Hallelujah. Let your glory be manifested in the glorious time. Oh, let your presence be very real to each one of us. Each one of us who are hearing, Lord. If there is anybody who is telling that, oh, അവരുടെ ജീവിതത്തിൽ പാടും ശൂന്യമായി പോയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവര്, ദുഃഖിക്കൊണ്ടിരിക്കുന്നവര്, ഹല്ലേലൂയ, അവരുടെ ദുഃഖത്തിന് പകരം, വിലാപത്തിന് പകരം നൃത്തമായി തീരട്ടെ. Let mourning be changed into dancing, oh Lord, today, Master. Hallelujah. We give you all the glory. We give you all the praise. Thank you for speaking to us, each one of us, Lord.
Thank you for your son who has spoken your word, Lord. Thank you for your revelation to him, Master. Use him mightily, O Lord. We give you thanks and praise as we surrender ourselves. In Jesus' name we pray. Amen. വാഴ്ത്തപ്പെട്ട കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരേണമേ. God bless you all.